ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അപരാജിതം ചാനൽ കാണുന്ന എല്ലാ സുമനസ്സുകൾക്കും ഹൃദയംഗമായിരിക്കുന്ന സ്വാഗതം. ഇതിനകത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ സൗന്ദര്യ ലഹരി ദേവിയെ സംബന്ധിച്ചിട്ടുള്ള ധാരാളം വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 3 വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരുപാട് ഇത് കാണുന്നവർക്കെല്ലാം തന്നെ വളരെ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ അടിയിൽ താഴെ ഒരുപാട് കമന്റ്സും ചോദ്യങ്ങളും വരാറുണ്ട്. അത് കുറച്ച് സമയക്കുറവ് കൊണ്ടും പിന്നെ കുറച്ച് ചോദ്യങ്ങൾ ഒരുമിച്ചായിട്ടും ഉത്തരം പറയാമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും താമസിക്കുന്നത്. ചോദ്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ വരുന്ന കുറച്ച് താമസം നിങ്ങൾ ക്ഷമിക്കണം. കാരണം നമ്മളിത് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും, ചില സമയങ്ങളിൽ ചില സമയം വളരെ എന്താ പറയാ ബിസി ആയിരുന്നുകൊണ്ടാണ് നമുക്കിതൊന്നും കറക്റ്റായിട്ട് എല്ലാ മാസവും ചെയ്യാൻ പറ്റാത്തത്. എങ്കിലും ഒരുവിധമുള്ള എല്ലാ ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തി തന്നെയായിരിക്കും നമ്മൾ ഉത്തരങ്ങൾ പറയുന്നത്. ദയവേത് സഹകരിക്കുക. എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ ഇതിന്റെ ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. എല്ലാം ഈ വീഡിയോയെ ആസ്പദമാക്കിയാണ് നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ടും പിന്നെ ചിലത് മാത്രം എന്താ പറയുക ഇതിനകത്ത് പറയാത്ത ചില വിഷയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതും നമ്മൾ അറിയുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഇത് കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ടാണ് വീണ്ടും ഇത് ചെയ്യാനുള്ള ഒരു സന്തോഷം നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും കേൾക്കുന്നതിൽ കുറച്ചു പേർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനമുണ്ട്. വളരെയധികം നല്ല കമന്റ്സ് ആണ് കിട്ടാറുള്ളത്. അതുകൊണ്ട് വളരെ സന്തോഷം. പിന്നെ ഇതിനകത്ത് ആദ്യം തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്ഷമാപണം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കാരണം പല വീഡിയോയുടെ താഴെയും ഒരു കമന്റ് കണ്ടിട്ടുണ്ട്. കാരണം ഇത് തൊണ്ടയുടെ പ്രശ്നം. കാരണം അത് നമുക്ക് ഇത് 2021, 22 സമയങ്ങളിലൊക്കെ റെക്കോർഡ് ചെയ്താണ് പലതും ഇപ്പോഴിടുന്നത്. കൊറോണ സമയത്തായിരുന്നു ഇത്. ഞങ്ങളുടെ ഒരു ചെറിയ ദേവി ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവിടെ സംസാരിച്ച വിഷയങ്ങളാണ് ഇന്ന് ഇടയ്ക്കൊക്കെ ഈ പലപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരു യൂട്യൂബ് അപരാജിതം എന്ന് പറഞ്ഞ ഒരു ചാനൽ തുടങ്ങുമെന്നും അതിൽ പോസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നൊന്നും അത് ചിന്തിച്ചിരുന്നില്ല. അപ്പൊ അന്ന് നമ്മൾ വളരെ വീട്ടിലിരുന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് എല്ലാവരും അവരവരുടെ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചത് കൊണ്ടാണ് അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ അന്ന് തൊണ്ടയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് റെക്കോർഡ് ചെയ്തതാണ്. ഇന്നിപ്പോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കഴിയുന്നതും തൊണ്ടയുടെ പ്രശ്നം നിങ്ങളെ അറിയിക്കാതെ സംസാരിക്കുമ്പോൾ അന്നൊക്കെ കുറച്ച് വോയിസ് റെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ചില വീഡിയോസിൽ വന്നത്. കഴിയുന്നതും ഇനി ഭാവിയിൽ അത് വരാതെ തന്നെ ശ്രദ്ധിച്ചു പോവാം. ഇതുവരെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം അന്ന് ഇങ്ങനെ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ വിചാരിച്ചിരുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു 10-45 ചോദ്യങ്ങളെയാണ് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ചിലതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. എങ്കിലും പറയാൻ പറ്റുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിയുന്നതും മാസത്തിൽ ഒരിക്കൽ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഒരെണ്ണം കൂടെ ആമുഖമായിട്ട് പറഞ്ഞോട്ടെ. പലരും കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ചോദിക്കുന്നുണ്ട്, സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് കോണ്ടാക്ട് നമ്പറൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്രയും ജെനുവിൻ ആയിട്ടുള്ളത് ദേവി നിശ്ചയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ എത്തിച്ചേരും. അങ്ങനെ കുറച്ച് പേരൊക്കെ വിളിച്ച് വന്നിട്ടുണ്ട്, ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. അതുപോലെ പബ്ലിക്കായിട്ട് ഇതിനകത്ത് ഇടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇടാത്തത്. പിന്നെ ദേവിപുരത്ത് നിന്ന് എങ്ങനെയാണ് ദീക്ഷ കിട്ടേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ദേവിപുരം എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചാൽ തന്നെ ആ ഒരു വിശാഖപട്ടണം ദേവിപുരം അടിച്ചാൽ തന്നെ അവിടെ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിന്റെയും അമൃതാനന്ദനാഥ സരസ്വതി എന്ന് പറയുന്ന ഗുരുജിയുടെയും ഗുരുവമ്മയുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അവിടുത്തെ ദീക്ഷാ സമ്പ്രദായം, എങ്ങനെയാണ് ദീക്ഷ മേടിക്കുന്നത്, അത് ലെവൽ 1 ലെവൽ 2 എന്ന് പറഞ്ഞ് പഞ്ചദശി ബാല ഗണപതി മുതൽ പൂർണ്ണ ദീക്ഷ വരെയുള്ള ഒരു സിസ്റ്റം അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം യൂട്യൂബിൽ കിട്ടും. പിന്നെ എന്തെങ്കിലും അങ്ങനെ പേഴ്സണലി ദേവിപുരത്ത് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തിരുവനന്തപുരത്ത് തന്നെ ഒരു അമ്മയുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ദീക്ഷ എടുക്കണമെങ്കിൽ ആ അമ്മയുടെ അടുത്ത് പോയി എടുക്കാം. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. നിങ്ങൾ ഇതിനകത്ത് ആ ഒരു എന്താ പറയാ ക്വസ്റ്റ്യൻ ബോക്സിനകത്ത് ഇട്ടാൽ മതി. അപ്പൊ അത് പേഴ്സണലി എടുത്ത് നിങ്ങളുടെ നമ്പറും കൂടെ ഇടുക.
അപ്പൊ ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. കാരണം എന്റെ നമ്പർ ഇടുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പേഴ്സണലി എന്തെങ്കിലും അത്യാവശ്യമുള്ളതും ഇതുപോലെ ദീക്ഷാ സമ്പ്രദായം പിന്നെ വേറെ എന്തെങ്കിലും ജെനുവിൻ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ നമ്പർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. കാരണം എന്റെ നമ്പർ പബ്ലിക്കായിട്ട് ഇടാത്തത് പിന്നെ ഒരുപാട് നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്നത്തെ മീഡിയ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് മിസ്യൂസ് ചെയ്യേണ്ട ഒരവസരം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം നമ്മൾ വളരെ എന്താ പറയുക ഒതുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പബ്ലിസിറ്റി ഒന്നുമില്ല എങ്കിലും നമുക്ക് അറിയുന്ന കാര്യങ്ങളിൽ നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും എന്താ പറയുക ശ്രേഷ്ഠമായിട്ട് ആ ഒരു ജീവിതം. നമ്മുടെ ശരീരം പോയി കഴിഞ്ഞാലും നമ്മുടെ ശബ്ദം കൊണ്ട് കുറച്ചു പേർക്ക് പ്രയോജനം വരും എന്നുള്ള ഒരു പൂർണ്ണമായിരിക്കുന്ന ദൈവിയിലെ വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നമ്പർ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങോട്ട് അറിയിക്കാം. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഇതിനകത്ത് ഒരുപാട് പേര് 2-3 പേര് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ശബ്ദം കേൾക്കുന്നില്ല. അത് ചിലതില് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത് ഇതിനകത്ത് ഇടുമ്പോൾ സാധാരണഗതിയിൽ തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിച്ച് തന്നെയാണ് ഇടുന്നത്. അത് ഫുൾ കേട്ടതിന് ശേഷമാണ് പോസ്റ്റ് ചെയ്യുന്നതും. അപ്പൊ അതിനകത്ത് വലിയ മിസ്റ്റേക്ക് നമ്മൾ രണ്ടാമത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ അത് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഡിവൈസിന്റെ പ്രശ്നമാകാം. അതൊന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്താ പറയുക ഇത് മനസ്സിലാകാൻ പറ്റുന്നില്ല, പഴയ ഇടയ്ക്ക് കേൾക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് 2-3 പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. സുജാത തുടങ്ങിയ 2-3 പേരാണ് അത് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഇതിനകത്ത് നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് നോക്കൂ. കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ നല്ല വേർഷൻ നമ്പർ ഇതിനകത്ത് ഇട്ടാൽ മതി. നമ്മൾ വാട്സാപ്പിൽ അയച്ചു തരാം. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് അമ്പലത്തിലെ പുരുഷന്മാരുടെ മേൽവസ്ത്ര വിഷയത്തിൽ വീഡിയോ ചെയ്യാമോ? ഞാൻ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക കോൺട്രവേഴ്സ്യൽ വിഷയങ്ങളൊന്നും അങ്ങനെ വീഡിയോ ചെയ്യാറില്ല. കാരണം കൂടുതലും നമ്മൾ ദേവിയെ സംബന്ധിച്ച കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്യുന്നതും. എന്തായാലും നമ്മളിങ്ങനെ ഒരു ചോദ്യം ഇപ്പൊ വളരെ എന്താ പറയാ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. തന്ത്രശാസ്ത്ര പ്രകാരമുള്ള ചില കാര്യങ്ങൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കാരണം ഇതൊരു എന്താ പറയാ ഇന്ന് ശിവഗിരി സ്വാമിജി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭാഷണത്തിൽ വന്ന കാര്യങ്ങൾ ഇന്ന് പല ജാതി മതങ്ങളെ ഏറ്റെടുത്തതിനെ കുറിച്ച് തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എങ്കിലും ക്ഷേത്രത്തിലെ മേൽമുണ്ട് പുരുഷന്മാര് ധരിക്കുന്ന ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് ചെറിയ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാണോർജം നൽകുന്ന ഒരു ഗ്രഹം എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, അല്ലെ? കാരണം നമുക്ക് എല്ലാം നമ്മുടെ ജീവിതത്തിൽ സൂര്യനാണ് എന്താ പറയാ എല്ലാ പ്ലാനറ്ററി പൊസിഷനിൽ ഏറ്റവും നടുക്ക് നിൽക്കുന്നതും സൂര്യനിൽ നിന്നാണ് ചന്ദ്രനും ചന്ദ്രനും മറ്റ് നവഗ്രഹങ്ങളും എല്ലാം തന്നെ സൂര്യന്റെ ആ ഒരു ഓർബിറ്റിൽ സൂര്യനാണ് അവിടെ പ്രഥമ സ്ഥാനം. അപ്പൊ സൂര്യപ്രകാശമാണ് നമ്മുടെ ഈ പ്രപഞ്ചം, അതായത് ഇന്ന് ഈ ഭൂമി നിലനിൽക്കുന്നത്. ഇവിടുത്തെ സസ്യജാലങ്ങളാണെങ്കിലും ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് സൂര്യനില്ലാതെ ഇവിടെ യാതൊന്നുമില്ല. സൂര്യനിലെ പ്രാണോർജമാണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ആധാര ചക്രങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതും നമുക്ക് ഈ പറഞ്ഞ വെളിച്ചവും ചൂടും എല്ലാം തരുന്നതും എല്ലാ കർമ്മങ്ങളും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് സൂര്യന്റെ പ്രകാശം കൊണ്ടാണ്. അപ്പൊ സൂര്യപ്രകാശം ശരീരത്തിൽ പൂർണ്ണമായിട്ട് പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ പ്രാണോർജം വളരെയധികം വർദ്ധിക്കും. ഇന്ന് നമുക്കറിയാം കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ ഈ തണുപ്പ് രാജ്യത്ത് ജീവിക്കുന്നവർക്ക് വിറ്റാമിൻ ഡിയുടെ ഡിഫിഷ്യൻസി പറയുന്നുണ്ട്. അതുകൊണ്ട് അവരടുത്ത് സൂര്യപ്രകാശം ഏൽക്കാൻ പറയുന്നുണ്ട്. അപ്പോ എന്തിനാണത്? ശരീരത്തിൽ സൂര്യപ്രകാശം ഏറ്റ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയാ രോമകൂപങ്ങളിൽ കൂടെ അത് ആഗിരണം ചെയ്ത് നമുക്ക് വിറ്റാമിൻ ഡിയുടെ ഡിഫിഷ്യൻസി അത് ശരീരത്തിൽ ഒരുപാട് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും സ്ത്രീകളെ ലൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് രാവിലെ സൂര്യപ്രകാശം ഏൽക്കണം. പുരുഷന്മാര് വസ്ത്രങ്ങള് എന്താ പറയാ മേൽവസ്ത്രമൊക്കെ ധരിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് വളരെ നല്ലതാണെന്ന് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ എനർജി സെന്റേഴ്സ് ആണ്, അല്ലെ? എനർജി എന്ന് പറഞ്ഞാല് നമ്മൾ അകത്ത് ഗർഭഗൃഹത്തിൽ ഏത് വിഗ്രഹത്തെയാണോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ വിഗ്രഹത്തിൽ നിന്ന് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി അവിടെ പഞ്ചോപചാരം ചെയ്തുകൊണ്ട് അഭിഷേകങ്ങള് എല്ലാം ചെയ്തുകൊണ്ട് അവിടുത്തെ ഒരു പ്രാണോർജം ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രത്തിലെ ഗർഭഗൃഹം എന്ന് പറയുന്നത്. അപ്പൊ ആ ഗർഭഗൃഹത്തിൽ നിന്ന് വരുന്ന ആ ഊർജ പ്രവാഹം
നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുന്ന ഒരു വ്യക്തിക്ക് സാധാരണ എപ്പോഴും ഊർജത്തിന്റെ, അതായത് നമ്മുടെ ആ ഒരു എനർജി ലെവൽ എപ്പോഴും കുറവായിരിക്കും. നമ്മൾ രാത്രി കിടന്നുറങ്ങി പകല് ജോലി ചെയ്ത് നമ്മുടെ ഒരുപാട് ഊർജം നഷ്ടപ്പെട്ടാണ് സാധാരണ മനുഷ്യരുടെ സ്ഥലം. അല്ലാതെ സാധാരണ നമ്മളിപ്പോ അവിടെ ചെന്നിരുന്ന് ജപിക്കുക, നമ്മൾ മന്ത്ര ഉപാസനയൊക്കെ അമ്പലത്തിൽ ചെന്നിരുന്ന് ജപിക്കുന്നതിന്റെ കാര്യം എന്താ? നമ്മുടെ ഊർജത്തെ വർദ്ധിപ്പിക്കാനാണ്. അപ്പൊ സാധാരണ ഒരു വ്യക്തി കുളിച്ച് എന്താ പറയാ ശുദ്ധമായിട്ട് അമ്പലത്തിൽ ചെല്ലുക എന്ന് പറയുന്നത് എന്താ? അപ്പൊ ആ ആളുടെ ഊർജ പ്രവാഹം കുറഞ്ഞിരിക്കും, അതായത് എനർജി ലെവൽ താഴെയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ആ ഒരു എന്താ പറയാ ആ അമ്പലത്തിൽ നിന്ന്, അതായത് ആ ഗർഭഗൃഹത്തിൽ നിന്ന് വരുന്ന ആ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ നിന്ന് വരുന്ന ഊർജ പ്രവാഹം അത് ഒരിടത്ത് കെട്ടി നിൽക്കുകയല്ല, അത് വ്യാപിക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിന്റെ നാലമ്പലത്തിനകത്തും ചുറ്റമ്പലത്തിനകത്തും വെളിയിൽ പ്രദക്ഷിണ വഴിയിലും എല്ലാം ആ ഊർജ പ്രവാഹം ഇങ്ങനെ വ്യാപിച്ചു നിൽക്കും. അപ്പൊ ഊർജം കുറഞ്ഞ ഒരാള് എന്താ പറയാ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഊർജ പ്രവാഹം ആ ശരീരത്തിലൂടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമുക്ക് ശ്വാസത്തിലൂടെ സ്വീകരിക്കുന്നതിന് പരിമിതിയുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ആ ഒരു എന്താ പറയാ ശരീരത്തിലെ മേൽവസ്ത്രം ഇല്ലാതെ കയറുന്ന പുരുഷന്മാർക്ക് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ആ ഊർജ പ്രവാഹം ശരീരത്തിൽ സ്വീകരിക്കാൻ സാധിക്കും. സ്ത്രീകൾക്ക് വസ്ത്രം ധരിച്ചു തന്നെ കയറണം, അതായത് ലൈറ്റ് നിറമുള്ള വസ്ത്രങ്ങള്, കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ പറയുന്നത് ഈ ഊർജ പ്രവാഹത്തെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം സ്ത്രീകൾക്ക് പരിമിതികളുണ്ട് അല്ലെ? അപ്പൊ ക്ഷേത്രത്തിൽ നമുക്ക് സ്ത്രീകൾക്ക് അങ്ങനെ കയറാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും മുണ്ടും നേരിയതും ലൈറ്റ് ആയിരിക്കുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ പറയുന്നത് ഈ ഒരു ഊർജ പ്രവാഹത്തിന്റെ സ്വീകരണത്തിന് വേണ്ടിയാണ്. അപ്പോ ആ ഒരു പുരുഷന്മാര് എന്താ പറയാ ഈ ഒരു ഷർട്ട് ഇടാതെ അല്ലെങ്കിൽ മേൽവസ്ത്രം ധരിക്കാതെ അതിനകത്ത് കയറുമ്പോ എന്താ പറയാ ആ ഒരു മന്ത്രജപത്തോടു കൂടി മനസ്സ് പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ദേവതയിൽ നിൽക്കുമ്പോൾ ആ പ്രദക്ഷിണ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അകത്ത് പ്രദക്ഷിണം ചെയ്യുമ്പോഴും പുറത്ത് പ്രദക്ഷിണം ചെയ്യുമ്പോഴും എല്ലാം ഈ ഊർജ പ്രവാഹം നമ്മളിലോട്ട് ആഗീരണം ചെയ്ത് നമ്മുടെ കുറഞ്ഞ ഊർജ ലെവല് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറുമ്പോൾ ആദ്യം നമ്മൾ വെളിയിൽ പ്രദക്ഷിണം ചെയ്ത് ഉപദേവതകളെ തൊഴുതതിന് ശേഷമാണ് നമ്മൾ ആ ഒരു നട്ടെല്ലിന്റെ പ്രതീകമായി നിൽക്കുന്ന ആ ഒരു കൊടിമരത്തിന്റെ ഇടത് ഭാഗത്തുകൂടെ കയറി ഭഗവാന്റെ ഗർഭഗൃഹത്തിന്റെ അടുത്ത് സൈഡിൽ ഒതുങ്ങി നിന്ന് വിനയപൂർവ്വം, കാരണം അവിടെ നമ്മൾ ചെരുപ്പെല്ലാം പാദുകങ്ങളൊക്കെ പുറത്തഴിച്ചു വെച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു യജമാനനെ ഒരു ദാസൻ കാണാൻ ചെല്ലുന്നു ആ രീതിയിൽ വേണം നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ. നമ്മുടെ ക്ഷേത്രാചാരങ്ങളെ കുറിച്ചും വളരെ നല്ല ഒരു വീഡിയോ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് വളരെ ആചാരപൂർവം അല്ലേ ആ ഒരു ഭഗവാനെ വണങ്ങിക്കൊണ്ട് നമ്മൾ ആ ഒരു ഇടത് ഭാഗത്ത് ചെന്ന് ഗർഭഗൃഹത്തിന്റെ ഇടത് ഭാഗത്ത് നിൽക്കണം എന്നാണ്. കാരണം ആ ഒരു ഊർജ പ്രവാഹത്തെ ഡയറക്റ്റ് സ്വീകരിക്കുക. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നമ്മൾ നേരെ മുമ്പിൽ നിൽക്കരുതെന്ന് പറയുന്നത്. കാരണം അത്രയും നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെ ആ ഇടത് ഭാഗത്ത് നിന്ന് എന്താ പറയാ ആ വിനയത്തോടു കൂടി ഭഗവാന്റെ ആ എന്താണോ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്റെ മന്ത്രത്തെ ഉച്ചരിച്ചുകൊണ്ട് അവിടെ നിന്ന് കണ്ണടച്ച് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രവാഹം നമ്മൾ അറിയാതെ നമ്മുടെ കുറഞ്ഞ ലെവലിരിക്കുന്ന ഊർജ പ്രവാഹത്തെ വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ഇപ്പൊ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ആ ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാർക്ക് ഇത് മേൽവസ്ത്രം ധരിക്കാതെ കയറുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ഈ ഊർജ ലെവലിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ കടന്നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൊണ്ട് ശരീരത്തെ മറച്ചാണ് പ്രവേശിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കറുപ്പ് പോലെയുള്ള നിറങ്ങള് നമുക്ക് ഈ ഊർജ പ്രവാഹത്തെ ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റില്ല. അത് ഒപ്പേക്കാണ് അല്ലെ? അതിലൂടെ ഈ പറഞ്ഞ ഇത് കടന്നു പോവില്ല പ്രകാശം. അപ്പോ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന, പിന്നെ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആചാര അനുഷ്ഠാനങ്ങള് അനേക വർഷങ്ങളായിട്ടും നമ്മുടെ സനാതന ധർമ്മത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരു വിനയം അല്ലെ? നമ്മൾ ഷർട്ട് ധരിച്ചു, നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ആത്മാവിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു വസ്ത്രമാണ് അല്ലേ? അപ്പൊ അതിന്റെ പുറത്ത് വേറൊരു വസ്ത്രം ധരിച്ചിട്ടാണോ ഭഗവാനെ കാണാൻ പോവേണ്ടത്? അപ്പോ അവിടെ ഒരു വിനയപൂർവമായിട്ട് ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന അത് തന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോകുമ്പോൾ അത് ആ ഒരു മേൽമുണ്ട് ധരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയാ ഈഗോയെ ബൂസ്റ്റ് ചെയ്യാതിരിക്കാനാണ്. അത് ചിലര് അഴിച്ച് അരയിൽ കെട്ടും, ചിലര് തോളിലിടും, ചിലര് കയ്യിലിടും. കാരണം ഭഗവാന്റെ മുമ്പിൽ ഒന്നും നമുക്ക് മറയ്ക്കാനില്ല അല്ലെ? ഭഗവാനെ മറച്ചിരിക്കുന്ന ഈ ശരീരമാകുന്ന വസ്ത്രം തന്നതാണ്. ആ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എന്നും ആ ഒരു നിഷ്കളങ്കതയോടുകൂടി നമ്മൾ ചെന്ന് തൊഴുക എന്നുള്ളതാണ് ഇതിന്റെ പുറകിലുള്ള ശരിക്കും പറഞ്ഞാല് ആ ശാസ്ത്രം.
പണ്ടത്തെ കാലത്ത് നമ്മള് എന്താ പറയാ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറൻ വസ്ത്രത്തോടെ പോവുകയാണ് ചെയ്യുക. കാരണം അവിടെ തന്ത്രിയും പോറ്റിമാരും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. കുളിച്ച് ഈറനോടുകൂടി. ജലം എന്ന് പറഞ്ഞാല് ബാഹ്യമായ ശുദ്ധം തരുന്നതാണ്. ആ ഒരു ശുദ്ധമായിട്ട് നമ്മൾ കുളിച്ച് ഈറൻ വസ്ത്രം ഏറ്റവും കൂടുതൽ ഊർജത്തെ ആഗിരണം ചെയ്യുന്നതാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ ഇതിലും കൂടുതൽ എനർജി, അതായത് പൂർണ്ണ ശുചിത്വം. നമ്മളിപ്പോ വെളിയിലെ കാറിലോ വണ്ടിയിലോ ഒക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ അശുദ്ധി നമുക്ക് ബാധിക്കാം ഇല്ലേ? അപ്പൊ ഇത് കുളത്തിൽ കുളിച്ചിട്ട് ഡയറക്റ്റ് അമ്പലത്തിൽ ചെല്ലുക. പണ്ടൊക്കെ കുളിച്ചു തൊഴുക എന്നൊരു ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ബാഹ്യ ശുചിയും നന്നായിട്ട് പോകും. ആ ആഭ്യന്തര ശുചി നമ്മുടെ മനസ്സാകുന്ന ആ ഒരു മന്ത്രജപത്തോടു കൂടി മനസ്സും ശുദ്ധമായിട്ട് പൂർണ്ണമായിരിക്കുന്ന ഈശ്വരാനുഗ്രഹം നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടും. അപ്പൊ ഇത് ഹിന്ദുക്കളുടെ ഒരു ആചാരമാണ്. വളരെ കാലമായിട്ട് ഇത് തുടർന്നു കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ അതിനെ ഇനിയിപ്പോ അതിനൊരു കോൺട്രവേഴ്സിയുടെ ആവശ്യമില്ല. ആർക്കാണോ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളത് അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ദോഷങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് മാത്രമല്ല, തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. ഇന്ന് ആചാരങ്ങൾക്കെതിരെയും ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്താ പറയാ ഉദ്ധരിച്ച് എന്താ പറയാ അതിനെക്കുറിച്ച് അറിയില്ലാത്തവര് പ്രശ്നമുണ്ടാക്കുന്നെങ്കിലും നമ്മൾ അതിന്റെ യഥാർത്ഥ സത്യത്തെ അറിഞ്ഞ് അത് പിന്തുടരുന്നതായിരിക്കും നല്ലത്. ഇത് എന്റെ മാത്രം ഒരു അഭിപ്രായമാണ്. അതിന് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അത് അവരവരുടെ ഇഷ്ടം പോലെ. അടുത്ത ചോദ്യം, എന്താണ് ഈ പറഞ്ഞ മലത്രയങ്ങൾ? അതായത് 3 മലം എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. മലത്രയങ്ങൾ എന്നാണ് പറയുന്നത്. ആണവമലം, കാർമികമലം, മായികമലം. ആണവമലം എന്ന് പറഞ്ഞാല് നമ്മള് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന എങ്ങനെയാണോ ത്വക്ക് എന്ന് പറയുന്ന മഹാഭൂതം നമ്മളെ ശരീരത്തെ കവർ ചെയ്തിരിക്കുന്നത്, അതുപോലെ നമ്മളിൽ വരുന്ന അഹം എന്ന് പറയുന്ന ബോധം, അതിനെയാണ് നമ്മൾ ആണവമലം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ആണവമലം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം, നമ്മൾ ഇന്ന വന്ന വീട്, ജനിച്ച വീട് അല്ലെ, സമ്പത്ത്, നമ്മുടെ പ്രൗഢി, ഇതിനെയൊക്കെ ആയിരിക്കും നമ്മളെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതല്ല, നമ്മുടെ ആത്മാവാണ് നമ്മുടെ ആ ഒരു തിരിച്ചറിവ്, അതിനെയാണ് ആണവമലം. ആ തിരിച്ചറിവ് വരുമ്പോൾ നമ്മുടെ ആത്മബോധം നമുക്കുണ്ടാവുമ്പോൾ ശരീരമല്ല ആത്മാവാണെന്നുള്ള തിരിച്ചറിവുണ്ടാവും. ഈ ആദ്യത്തെ മലത്തെയാണ് ആണവം എന്ന് പറയുന്നത്. പിന്നെ കാർമിക മലം. അപ്പൊ നമ്മൾ ശരീരമാണെന്നുള്ള ബോധത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ എന്താ, ശരീരത്തിന് വീണ്ടും നമുക്ക് എന്താ ഒരു സഞ്ചിത കർമ്മങ്ങളെ കൂട്ടി ജന്മത്തിന് കാരണമാകും. ആ മായയാകുന്ന തിരശീല മാറുന്നിടം വരെ. അതുകൊണ്ടാണല്ലോ നമ്മൾ രാവിലെ പൂഷാവിനോട് പ്രാർത്ഥിക്കുന്നത് അല്ലെ, നമ്മുടെ ഈ അവിദ്യാമലം. കാരണം ഹിരൺമയേന പാത്രേന സത്യസ്യാപി ഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയെ. എനിക്ക് ആ ഒരു പൂഷാവായിരിക്കുന്ന സൂര്യനോട് പറയണം, എനിക്ക് സത്യത്തെയും ധർമ്മത്തെയും കാണിച്ചു തരൂ ഭഗവാനെ. സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാല് മായ കൊണ്ട് മറച്ചിരിക്കണു. ആ രണ്ടാമത്തെ മലത്തെയാണ് നമ്മൾ മായിക മലം എന്ന് പറയുന്നത്. ആ ഒരു എന്താ പറയാ കാർമിക മല, അത് നമ്മൾ കർമ്മം ചെയ്യുന്നു ശരീരമാണെന്നുള്ളത്. പിന്നെ മായിക മലം, മായയാണ് ഈ മലം, മൂന്നാമത്തെ മലം. അത് മായയാണ് മറച്ചിരിക്കുന്നത്, മഹാമായയാണ്. വിദ്യാമായയും അവിദ്യാമായയും ഉണ്ട്. ദേവി തന്നെയാണ് മായാസ്വരൂപിണിയായിട്ട് നമുക്ക് മായ ഉണ്ടാക്കുന്നതും മായയിൽ നിന്ന് കടത്തി ആ മായ മാറ്റിക്കൊണ്ട് നമ്മൾ യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ചു തരുന്നതും ദേവി തന്നെയാണ്. അങ്ങനെ 3 മലത്രയങ്ങളാണ് എല്ലാ മനുഷ്യർക്കും. അത് ജന്തുക്കൾക്കില്ല, മനുഷ്യർക്ക് മാത്രമാണ്. ഈ ബുദ്ധിയും മനസ്സും ചിത്തവും ഒക്കെ ഉള്ളവർക്ക് മാത്രമാണ് ഈ മലത്രയങ്ങൾ ഉള്ളത്. ഈ മലത്രയങ്ങളെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആവരണ വിക്ഷേപങ്ങളെ കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം, ഭാസ്കരരായരുടെ പുസ്തകം, അതിന്റെ വിവർത്തനം അത് എവിടെ കിട്ടും എന്നാണ് ചോദ്യം. കാരണം ഈ ഭാസ്കരരായരുടെ പുസ്തകം എന്താ പറയാ കുറെ നാളിന് മുമ്പ്, ഇപ്പൊ ഏകദേശം ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് സീക്രട്സ് ഓഫ് ലളിതാ സഹസ്രനാമം എന്ന പേരിൽ ഓൺലൈനിൽ കിട്ടുമായിരുന്നു. ഞാൻ അങ്ങനെയാണ് മേടിച്ചത്. എനിക്ക് ഇപ്പോഴും ഓൺലൈനിൽ കിട്ടണം, എനിക്കറിയില്ല. അപ്പൊ അതിന്റെ പേര് സീക്രട്സ് ഓഫ് ലളിതാ സഹസ്രനാമം എന്നാണ്. പിന്നെ അടുത്ത ചോദ്യം, സൗന്ദര്യ ലഹരിയിലും ചിലത് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കുള്ള ഓഡിയോ അയച്ചു തരാം. പിന്നെ സ്ത്രീകൾക്ക്, ലേഡീസിനെ ഡെയിലി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിരിക്കുന്ന ഒരു പൂജ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനമാണ്. തീർച്ചയായിട്ടും പറഞ്ഞു തരാം. പൂജ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പൂജ എന്താ, ജപം, തർപ്പണം, ഇതെല്ലാം പൂജയ്ക്കകത്ത് വരും. പൂജ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ അതിക്രമിക്കുക എന്നാണ് ശരിക്കും പറഞ്ഞ തന്ത്രശാസ്ത്രത്തിന്റെ ആ ഒരു ബേസിക് മീനിങ്.
അതായത് നമ്മുടെ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ശരീരത്തില് ആ ശരീരബോധത്തിൽ നിന്ന് എങ്ങനെ ഒരു ജീവന് അതിക്രമിക്കാം, ശരീരമല്ല, ഇതിനകത്ത് ഒരു ആത്മാവുണ്ടെന്നുള്ള തത്വത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ദേവിക്ക് ഇല്ല ഏത് ദേവനും പഞ്ച ഉപചാര പൂജ ചെയ്യുന്നത്. അപ്പൊ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ മിനിമം പൂജയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യമാണ് സാധാരണ മിനിമം ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പൂജ. ഏത് ദേവന് വേണ്ടിയും അത് ചെയ്യാം. ഗണപതി മുതല് ഗണപതി, ദേവി, വിഷ്ണു, ശിവൻ, ഏത് ദേവതയ്ക്കും, അയ്യപ്പൻ, നമ്മൾ ഏതാണോ ആരാധ്യ ദേവത അല്ലെ പൂജാമുറിയിൽ എല്ലാ പടങ്ങൾ ഇരുന്നാലും നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്താണ് ഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യം? നമ്മുടെ പഞ്ച ഉപചാര പൂജ എന്നാണ് ഇതിന് പറയുന്നത്. പണ്ട് പഞ്ചായുധന പൂജ എന്ന് പറഞ്ഞിട്ട് 5 ദേവന്മാരെ പൂജിക്കുക കേരളത്തിലൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിനെ പഞ്ച ഉപചാരം, ഉപചാരങ്ങള്, ഉപചാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഉപചരിക്കുക, അടുത്തേക്ക് ചെല്ലുക, ഈശ്വരനെ അറിയുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗന്ധം പുഷ്പം, ഗന്ധം പൃഥ്വിയുടെയാണ്, ഭൂമിയുടെയാണ്, പുഷ്പം ആകാശത്തിന്റെയാണ്. ഗന്ധ പുഷ്പ ധൂപം എന്ന് പറഞ്ഞാൽ വായുവിന്റെയാണ്, ദീപം എന്ന് പറഞ്ഞാൽ അഗ്നിയെ കാണിക്കണം, നൈവേദ്യം ജലത്തെ കാണിക്കണം. അപ്പൊ നമ്മൾ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ 5 പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഇല്ലേ? അപ്പൊ ആ 5നെ റെപ്രസെന്റ് ചെയ്യുന്ന 5 കാര്യങ്ങൾ ഈശ്വരന് സമർപ്പിക്കുമ്പോൾ അത് എന്തായി? അത് ശുദ്ധമായി, പുണ്യമായി. അങ്ങനെ ആ 5 രീതിയിൽ അപ്പൊ നമ്മൾ ആദ്യം പൂജാമുറി തുടച്ച് വൃത്തിയാക്കുന്നു, വിളക്കെല്ലാം കഴുകി വെക്കുന്നു, അതിൽ എണ്ണ ഒഴിക്കുന്നു. അപ്പൊ ആദ്യം എന്താണ്? ഭഗവാന് ഗന്ധം, ചന്ദനം, ചന്ദനം, കുങ്കുമം എന്താണോ നമ്മുടെ വീട്ടിലുള്ളത് അത് സമർപ്പിക്കുക. കാരണം നമ്മൾ വിളക്ക് കത്തിച്ചതിന് ശേഷമാണല്ലോ സാധാരണ ജപിക്കുന്നത്. അപ്പോ ആ വിളക്ക് ഒരുക്കുമ്പോൾ വിളക്കിൽ ചന്ദനം ഇടാം. അപ്പൊ നമുക്ക് ചന്ദനം എന്ന ഒരു കൊച്ചു കിണ്ണത്തിൽ വെക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കുക. അപ്പൊ ആ വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ദീപസമർപ്പണമാണ്. അപ്പൊ ഗന്ധം, പിന്നെ പുഷ്പം. നമ്മൾ പുഷ്പം എന്ന് പറയുന്നത് എന്താ? നമ്മൾ എന്താ പൂജാമുറിയിലെ പടത്തിൽ ഒരു പൂ വെക്കാറുണ്ടല്ലേ? കുറച്ച് പൂക്കൾ എടുത്തിട്ട് നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് ആ ദേവനെ സങ്കല്പിച്ച് നമുക്ക് പൂക്കൾ വയ്ക്കാം. ദീപം, പിന്നെ എന്താ? ചെറുതായിട്ട് ജലം വെക്കണം. കാരണം ഒരു കുഞ്ഞു കിണ്ടിയിലോ ചെറിയ ഒരു പാത്രത്തിലോ ജലം മസ്റ്റാണ്. കാരണം ജലമാണ് പ്രാണൻ. അപ്പൊ ഈശ്വരന് നമ്മൾ പ്രാണശക്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ലേ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രാണശക്തി ദേവന് സമർപ്പിക്കുക. തിരിച്ചത് നൈവേദ്യമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി. അപ്പം നമ്മൾ ചെറിയൊരു പഴമോ എന്തെങ്കിലും ഒരു പ്രസാദം, ഇനിയിപ്പോ അത് വയ്ക്കാൻ പറ്റിയില്ലേ വേണ്ട, കുഴപ്പമില്ല. ഡെയിലി എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും നൈവേദ്യമായിട്ട് പഴമോ പഞ്ചസാരയോ എന്തെങ്കിലും വെക്കാം. അപ്പൊ ഈ 5 തത്വങ്ങളെയാണ് നമ്മൾ അവിടെ വെക്കുന്നത്. ഇതിനെയാണ് പഞ്ച ഉപചാരം. ഗന്ധം, പുഷ്പം, ധൂപം, ദീപം. ധൂപം എന്ന് പറഞ്ഞാൽ ചാമ്പ്രാണിത്തിരി കത്തിക്കാം, പുക, ഇല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ പുകയ്ക്കുക എന്ന് പറയില്ലേ, ചെറിയ കനലിൽ പുകയ്ക്കാം. എന്താണെങ്കിലും അത് നമ്മുടെ വായു തത്വത്തെ കാണിക്കണം. അത് എന്നും ചെയ്തില്ലെങ്കിൽ ചാമ്പ്രാണി കത്തിച്ചാൽ മതി. എന്താണോ നമുക്കുള്ളത് ഈ തത്വത്തെ അറിയുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയി അതുകൊണ്ട് മോശമാണോ? ഇല്ല. നൈവേദ്യമില്ലെങ്കിൽ വേണ്ട. നമുക്ക് വിളക്ക് കത്തിച്ച് ഒരു ചാമ്പ്രാണിത്തിരി കത്തിച്ച് ഒരു പാത്രത്തിൽ ജലം വെച്ച് കുറച്ച് പുഷ്പങ്ങൾ സമർപ്പിക്കുക. പറ്റുമെങ്കിൽ മാത്രം പ്രസാദം കൊടുക്കുക. അപ്പൊ അങ്ങനെ സാധാരണഗതിയിൽ രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും 2 സന്ധികളിലാണ് സാധാരണഗതിയിൽ പൂജ ചെയ്യുന്നത്. രാവിലെ സൂര്യോദയം, അതായത് ഒരു 8 മണി, 7:30, 8 മണി, 10 മണിക്ക് മുമ്പായിട്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ശ്രീവിദ്യ ഉപാസകർക്ക് ഹോൾ ഡേ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അല്ല, നമ്മൾ ചെയ്യുമ്പോൾ കഴിയുന്നതും രാവിലെ ചെയ്യുക. അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു 5 കാര്യങ്ങൾ, ഈ ദേവന്റെ നാമം ഏതാണോ ഇഷ്ടദേവത, നമ്മൾ സാധാരണ ജപിക്കാറുള്ള സ്തോത്രമോ നാമമോ മന്ത്രമോ കുറച്ച് പ്രാവശ്യം ജപിക്കുക. പൂ കൊണ്ട് ഹൃദയത്തിൽ തൊട്ട് ഭഗവാനെ സമർപ്പിക്കുക. ഇതാണ് ഒരു സാധാരണ പൂജ. ഇത് തന്നെ സന്ധ്യയ്ക്ക് നമുക്ക് ചെയ്യാം. അപ്പോ ഒരു മിനിമം കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോ ഈ പറഞ്ഞ വൈകിട്ട് സന്ധ്യയ്ക്ക് നമുക്ക് ലളിതാ സഹസ്രനാമമോ കൂടുതൽ സമയം കിട്ടുന്നെങ്കിൽ നമുക്ക് ജപങ്ങളെല്ലാം വിളക്ക് കത്തിച്ചു വെച്ചതിന് ശേഷം എല്ലാം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു പഞ്ച ഉപചാരം എന്ന് പറഞ്ഞ് ദേവിക്ക് വെള്ളം കൊടുക്കാം, വെള്ളം സമർപ്പിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഴമോ വല്ലതും ഉണ്ടെങ്കിൽ സമർപ്പിക്കാം. ഇല്ലെങ്കിൽ തന്നെ ഇതെല്ലാം എന്താണ്? സമർപ്പണം എന്ന് പറഞ്ഞ് സർവം സമർപ്പയാമി, ഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യം സമർപ്പയാമി എന്ന് പറഞ്ഞ് നമുക്ക് സമർപ്പിക്കാം. ഇത് മാനസ പൂജയായിട്ട് ചെയ്യാം. ഇത് പൂജാമുറിയിൽ തന്നെ ചെയ്യണമെന്നില്ല. മാനസ പൂജയായിട്ട് ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരന് ആ മുദ്രകൾ കാണിച്ച് ചെയ്യാം. മുദ്രകൾ ഇപ്പൊ നമുക്ക് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല, അത് കാണേണ്ടതാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അത് പേഴ്സണലി പറയുകയാണെങ്കിൽ അത് പറഞ്ഞു തരാം. അങ്ങനെ മുദ്രകൾ കാണിച്ചും ചെയ്യാം. അപ്പൊ എങ്ങനെ ബാഹ്യമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് കുടുംബത്തിലെ ഐശ്വര്യം വർദ്ധിപ്പിക്കും. മാനസ പൂജ എന്ന് പറയുന്നത് ഒരു മന്ത്രം സ്വീകരിച്ച വ്യക്തിക്ക് ആത്മാവിന് കൊടുക്കുന്ന പൂജയാണത്.
അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാണ് ഒരു സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് മിനിമം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പൂജ. അടുത്ത ചോദ്യം, ശിവനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ശിവനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്തോത്രം തന്നെ മുഴുവനും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി റെക്കോർഡിംഗ് ആയിട്ടുണ്ട്. ശിവനെ കുറിച്ച് ശിവാനന്ദ ലഹരി ചെയ്യുന്നുണ്ട്. ശിവനെ കുറിച്ച് ശിവതത്വം ചെയ്യുന്നുണ്ട്. ഒരുപാട് ഒരുപാട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വീഡിയോസ് ഇരിപ്പുണ്ട്. തീർച്ചയായിട്ടും ശിവരാത്രിയോടനുബന്ധിച്ച് ദക്ഷിണാമൂർത്തി സ്തോത്രവും ശിവതത്വവും ശിവാനന്ദ ലഹരിയും എല്ലാം ഇടുന്നുണ്ട്. മാണിക്യവാചകർ കണ്ട ശിവൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം തമിഴ്നാട്ടിലെ 18 സിദ്ധന്മാരിൽ ഒരാളായിരിക്കുന്ന മാണിക്യവാചകരുടെ ശിവ ദർശനത്തെ കുറിച്ചുണ്ട്. നമുക്കതെല്ലാം തീർച്ചയായിട്ടും അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താ പറയാ, ഈ ഭീമാദേവി ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭീമാദേവി എന്ന് പറയുന്ന ദേവി മഹാത്മ്യത്തിലെ ദേവിയുടെ ഒരു ഭാവമാണ്. ദേവി മഹാത്മ്യത്തിൽ ദേവിയുടെ അവതാരം ദേവി തന്നെ പറയുന്നുണ്ട്, ഞാൻ ഓരോ കൽപ്പത്തിലും ഓരോന്നായിട്ട് വരും. അപ്പൊ ഞാൻ ഭീമാദേവിയായിട്ട് വരും. എന്തിനാണ്? ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ട്. അതായത് വളരെ വളരെ രൗദ്രമായിരിക്കുന്ന ഒരു ഫോമാണ് ദേവിയുടേത്. ആ ഭീമാദേവി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കുന്ന ഒരു ഭാവമാണ്. സിംഹവാഹിനിയായിട്ട് 8 കൈകളോടുകൂടി ശത്രു സംഹാരത്തിന് വരുന്ന ദേവിയുടെ ഭാവമാണ്. ഈ ഒരു ഭീമാദേവിയുടെ ക്ഷേത്രം ഹരിയാനയില്, അതായത് നോർത്ത് ഇന്ത്യയിലെ ഹരിയാനയിലുണ്ട്. ഭീമാദേവിയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എന്താ നമ്മൾ ദേവി മഹാത്മ്യം വായിക്കുമ്പോഴാണ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2-3 പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, നാരായണൻ എന്നുള്ളത് പുരുഷൻ നാമമാണല്ലോ. ഇത് ചോദിച്ചിരിക്കുന്നത് എന്താ പറയാ, ലളിതാംബിക എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. വേറെ 2-3 പേര് ചോദിച്ച ചോദ്യമാണ് റിപ്പീറ്റഡ് ആയിട്ട്. കാരണം നാരായണൻ പുരുഷനാമമാണല്ലോ, നമ്മൾ ദേവിയെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ദുർഗേ നാരായണ എന്ന് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ നാരായണൻ എന്ന് പറഞ്ഞാൽ പുരുഷനല്ലേ, നാരായണി സ്ത്രീയല്ലേ, ചോറ്റാനിക്കര അമ്മയുടെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് 2-3 ചോദ്യം. കാരണം നാരായണ, ലക്ഷ്മി നാരായണ, ദുർഗേ നാരായണ എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതെന്താണെന്ന്. കാരണം ഇത് ഒരു എന്താ പറയുക, ഒരു നമ്മുടെ കേരളത്തിലെ തന്നെ ഐതിഹ്യത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണിത്. അമ്മേ നാരായണ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പുരുഷനും സ്ത്രീക്കും തുല്യ പ്രാധാന്യം കൊടുത്ത മന്ത്രാണിത്. കാരണം ഇപ്പൊ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമുക്ക് വിഗ്രഹങ്ങളാകുന്ന പ്രതീകങ്ങളിലൂടെയാണ് നമ്മൾ മന്ത്രം, അതായത് ആ ഒരു ദേവതയൊക്കെ വിശദമായിട്ട് അറിയുന്നത്, ഇല്ലേ? കാരണം ഇന്ന് ഹിന്ദു മതത്തിന്റെ പ്രത്യേകതയാണിത്. ഇതിനെയാണ് നമ്മൾ സിംബൽസ് എന്ന് പറയുന്നത്. കാരണം ഈ സിംബൽസിലൂടെയാണ് നമ്മൾ അറിയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു സ്വസ്തിക് ചിഹ്നം ഇല്ലെങ്കിൽ ഒരു ഗണപതിയുടെ ചിഹ്നം കാണുമ്പോൾ നമുക്കറിയാം അത് ഗണപതിയാണെന്ന്, ഇല്ലേ? ഇപ്പൊ നമ്മൾ ക്ഷേത്രം, വിളക്ക് എല്ലാം തന്നെ പ്രതീകങ്ങളാണ്. ഹിന്ദുക്കൾക്ക് ഏറ്റവും നമ്മളെ ഒരു തത്വത്തെ ബോധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രതീകം എന്ന് പറയുന്നത്. ഇപ്പൊ വിളക്ക് എന്ന് പറഞ്ഞ ഒരു പ്രതീകമാണ്. എന്താണ് വിളക്ക്? അതിന്റെ വിഷ്ണുവിന്റെ നാഭിയാണ് താഴത്തെ വട്ടം. ബ്രഹ്മാവിന്റെ ആ ഒരു താമര മുകളിലോട്ട് വരുന്നത് ആ ശിവലിംഗമാണ്. ആ ഒരു എന്താ പറയും, സൃഷ്ടി സ്ഥിതി സംഹാരമാണ് വിളക്ക് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ അതിനകത്ത് എണ്ണ, പ്രാണന്റെ ഇത്, തിരികൾ ഇടുന്നത്, ഇതെല്ലാം പ്രതീകമാണ്, ഇല്ലേ? കാരണം നമ്മുടെ ഈ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് അങ്ങനെയാണ്. തീർത്ഥം എന്ന് പറഞ്ഞത് പ്രതീകമാണ്. നമ്മൾ ജനനം മുതൽ മരണം വരെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സിംബോളിക്കാണ്, അല്ലേ? ഷോഡശ ഉപചാരങ്ങൾ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അന്ത്യേഷ്ടി കർമ്മം വരെ നമ്മൾ സിംബോളിക്കായിട്ട്, ഇതിനെല്ലാം ഇതിന്റെ പുറകിലൊരു അർത്ഥമുണ്ട്. അപ്പൊ ഇത് നമുക്ക് പറഞ്ഞു തരുന്ന ആളിനെയാണ് നമ്മൾ സനാതന ധർമ്മത്തിൽ ഗുരു എന്ന് പറയുന്നത്. കാരണം ഇത് ശാസ്ത്രങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് മനസ്സിലാകുന്നവർക്ക് മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഇത് ഇങ്ങനെയുള്ള ഒരു ജിജ്ഞാസ വരുമ്പോൾ മാത്രമേ ഇത് എന്താണെന്ന് നമ്മൾ ചോദിക്കാറുള്ളൂ. അപ്പൊ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്താണിത്? അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ, അല്ലേ? ചിലയിടത്ത് ലക്ഷ്മി നാരായണ, അവസാനം ഭദ്രേ നാരായണ എന്ന് പറയും. കാരണം എന്താണ്? അതിന്റെ കൂടെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ദേവി തന്നെ ആശ്രയം, ഭദ്ര തന്നെ ആശ്രയം, അമ്മ തന്നെ ആശ്രയം, ഇല്ലേ? അത്ര എന്താ പറയാ, മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു മന്ത്രാണിത്. അപ്പോ ഇതൊരു വേദമന്ത്രമോ തന്ത്രത്തിലുള്ള മന്ത്രമോ ഒന്നുമല്ല. കാരണം അമ്മ എന്ന് നമ്മൾ ഈശ്വരനെയാണ് വിളിക്കുന്നത്. കാരണം ആ ഒരു പ്രപഞ്ച ജനനിയായിരിക്കുന്ന, ജഗത് ജനനിയായിരിക്കുന്ന, ജഗദംബികയായിരിക്കുന്ന പരാശക്തി. അപ്പൊ നമ്മള് അമ്മ എന്ന് വിളിക്കുമ്പോ റിലേഷൻഷിപ്പ് മാറും, അല്ലെ? വേറെ എന്ത് ചേച്ചിന്നോ വേറെ ഒക്കെ നമ്മൾ എന്തൊക്കെ വിളിച്ചാലും അമ്മ എന്ന് വിളിക്കുന്നതിന് എന്താ, ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഒരു പരിശുദ്ധ മന്ത്രാണ്. കാരണം അത് ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ബന്ധമാണ് അമ്മ എന്നുള്ളത്.
അപ്പൊ അമ്മ കുട്ടിയെ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ കുട്ടി എന്താ കരയുന്നത്? അമ്മേ 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 എന്ന് വിളിച്ചിട്ടല്ലേ കരയുന്നത്? അപ്പൊ അമ്മ കുട്ടിയെ ശിക്ഷിക്കുന്ന എന്തിനാണ്? കുട്ടി നന്നാവാനായിട്ടാണ്. അപ്പോ അമ്മ എന്നുള്ള ഭാവം മലയാളികളുടെ മനസ്സിൽ എല്ലാം, ഏത് കൊച്ചു കുഞ്ഞു കരയുന്ന നോക്കിയാലും അമ്മ എന്ന് വിളിച്ചിട്ടാ കരയുക. അപ്പൊ ഏത് ഭാഷയിലും അമ്മയ്ക്കുള്ള പ്രാധാന്യം വേറെയാണ്. അപ്പൊ അമ്മേ നാരായണ. അപ്പൊ ഇതിനകത്ത് എന്താണ് അമ്മേ നാരായണ എന്ന് വിളിക്കുന്നത്? കാരണം ഇതൊരു ഹൃദയമന്ത്രം. ഈ ഒരു ഹൃദയമന്ത്രം ശരിക്കും നമ്മുടെ കേരളത്തിലെ ചോറ്റാനിക്കര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണത്. അതുകൊണ്ടാണത് നമ്മളത് പറഞ്ഞെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. കാരണം പണ്ട് ഒരു വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്ന ഒരു തന്ത്രിയെ ചോറ്റാനിക്കര ക്ഷേത്രത്തിന് പ്രതിഷ്ഠയ്ക്കായിട്ട് വിളിച്ചു എന്ന് കഥയുണ്ട്. കാരണം അദ്ദേഹം എന്താ പറയാ, പണ്ടത്തെ കാലത്ത് വൈഷ്ണവൻ വേറെ, ശാക്തൻ വേറെ, ശൈവൻ വേറെ, ഇങ്ങനെ അവരവരുടെ അമ്പലങ്ങളിൽ മാത്രമേ പോവാറുണ്ടായിരുന്നുള്ളൂ. വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രങ്ങള്, ശാക്തയൻ എന്ന് പറഞ്ഞാൽ ശക്തി ദേവിയുടെ ക്ഷേത്രങ്ങള്, ശൈവൻ എന്ന് പറഞ്ഞാൽ ശിവക്ഷേത്രങ്ങള്. അപ്പോ എന്താ പറയാ, അങ്ങനെയുള്ള ഇപ്പൊ നമ്മളൊരു വിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് വിഷ്ണുവിനെ ആരാധിക്കുന്ന വൈഷ്ണവനെ മാത്രമേ വിളിക്കാറുള്ളൂ. അപ്പൊ ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കായിട്ട് വിളിച്ച ആള് എങ്ങനെയാണെന്ന് അറിയില്ല, അദ്ദേഹം ഒരു വൈഷ്ണവനായിരുന്നു. കാരണം അദ്ദേഹം വിഷ്ണു ക്ഷേത്രങ്ങൾ ഒരുപാട് സ്ഥാപിച്ചിട്ടുണ്ട്, പലയിടത്തും തന്ത്രിയാണ്. കാരണം തന്ത്രത്തിന്റെ അവസാന വാക്കായിരുന്ന ഒരു ഉയർന്ന ഭക്തനായിരുന്നു അദ്ദേഹം. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ ഒരു അദ്ദേഹം അവിടെ എത്തിയപ്പോഴാണ് അറിയണത് അത് ദേവിയെ പ്രതിഷ്ഠിക്കാനാണ് വിളിച്ചതെന്ന്. പണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം ശാക്തേയര് തന്നെയാണ് ദേവിയെ പ്രതിഷ്ഠിക്കണം എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം വളരെയധികം വിഷമിച്ചു. കാരണം ഇതിനകത്ത് പണ്ടത്തെ കാലത്ത് ഈ പറഞ്ഞ ശാക്തേയരും വൈഷ്ണവരും ഒക്കെ വേഷങ്ങളില് അവര് ധരിക്കുന്ന ആ ഒരു ശാക്തേയര് കുങ്കുമം ധരിക്കും, വൈഷ്ണവര് ചന്ദനം, പിന്നെ ശൈവര് ഭസ്മം, ഇങ്ങനെയൊക്കെയാണ് ധരിക്കുന്നത്. അവരെ കാണുമ്പോൾ തന്നെ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അവരുടുക്കുന്ന വസ്ത്രങ്ങള്, വിഷ്ണു ഭക്തര് മഞ്ഞ ഉടുക്കും, ദേവി ചുവപ്പ് ഉടുക്കും, മറ്റവര് കാവ്യ ഉടുക്കും, ശിവഭക്തന്മാര്. അങ്ങനെ ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇപ്പോഴാണെങ്കിൽ അത് ഒരുപാട് മാറിയിട്ടുണ്ട്, എങ്കിലും ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇദ്ദേഹം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇത് ദേവീ ക്ഷേത്രമാണ്. അദ്ദേഹം വളരെയധികം ധർമ്മസങ്കടത്തിലായി. കാരണം പ്രതിഷ്ഠാ മുഹൂർത്തം നിശ്ചയിച്ചു. കാരണം അതിനി മാറ്റി വെക്കാൻ പറ്റില്ല. പ്രതിഷ്ഠയുടെ കർമ്മങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഉള്ളില് താനൊരു വൈഷ്ണവനല്ലേ, തനിക്ക് ദേവിയെ പ്രതിഷ്ഠിക്കാൻ പറ്റുമോ എന്നൊരു ധർമ്മസങ്കടം ഉണ്ടായി. അപ്പൊ അതിന് അദ്ദേഹം എന്ത് ചെയ്തു? വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം അമ്മ ഇതിനൊരു വഴി കാണിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ആ ദേവിയെയും വിളിച്ചു, വിഷ്ണുവിനെയും വിളിച്ചു എന്നാ പറയണത്. അങ്ങനെ ആ ധർമ്മസങ്കടത്തിലിരുന്ന അദ്ദേഹത്തിന്റെ മുമ്പില് ശരിക്കും ദേവിയായിട്ട് വിഷ്ണുവിന്റെ രൂപത്തിൽ വന്നിട്ട് അത് ദേവിയായിട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും വിഷ്ണുവും ഒന്ന് തന്നെ. നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? വിഷ്ണു രൂപിണി തന്നെയാണ് ഞാൻ തന്നെയാണ് വിഷ്ണു, അല്ലെ? ചരാചരാത്മകം വിഷ്ണുരേവന സംശയ, വിഷ്ണു സാക്ഷാത് ഉമാദേവി. വിഷ്ണു ഉമാദേവി തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. എന്തിനാണ് ഈ ആൺപെൺ വ്യത്യാസമൊക്കെ? നിങ്ങളുടെ പരിമിതമായിരിക്കുന്ന ശരീരബോധത്തിൽ നിന്നുണ്ടായതാണ്. ദേവി പറഞ്ഞു, ഞാൻ തന്നെയാണ് നാരായണൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം ഉറച്ചു വിളിച്ചു എന്നാ പറയണത്, അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ എന്ന്. ഇപ്പൊ ചോറ്റാനിക്കര അമ്പലത്തിൽ നമുക്കറിയാം, അവിടെ മൂകാംബിക ദേവിയെ പോലെ 3 ഭാവമുണ്ട് ദേവിക്ക്. അതായത് ആദ്യം നമ്മൾ അമ്മേ നാരായണ, ദേവി നാരായണ, ബ്രഹ്മാവിന്റെ പത്നിയായിരിക്കുന്ന സരസ്വതി ദേവി, അല്ലെ? അപ്പൊ ആ ഒരു രണ്ടാമത് നമ്മൾ ഭാജിക്കുന്നത് ലക്ഷ്മി നാരായണ, വിഷ്ണു പത്നിയായിരിക്കുന്ന ലക്ഷ്മി ദേവി, ഭദ്രേ നാരായണ, ശിവപത്നിയായിരിക്കുന്ന പാർവതി ദേവി. അപ്പൊ ഇതിനകത്ത് എന്താണ്? ഈ 3 പേരും വന്നു, അല്ലെ? അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അതായത് സൃഷ്ടി സ്ഥിതി സംഹാര കാരകന്മാരായിരിക്കുന്ന ത്രിമൂർത്തികളായിരിക്കുന്ന ബ്രഹ്മ വിഷ്ണു രുദ്രന്റെ ഭാര്യമായിരിക്കുന്ന ആ 3 പേരും അവിടെ വന്നു. അപ്പൊ ദേവിയുടെ 3 ഭാവം, ത്രിഗുണാത്മികയായിരിക്കുന്ന 3 ഗുണങ്ങള്, സത്വരജസ് തമോ ഗുണങ്ങളുടെ അടിസ്ഥാനമായിരിക്കുന്ന ദേവിയുടെ 3 ഭാവവും ചേർത്തിട്ടായി പറയുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ താഴത്തെ വട്ടഭാഗം നമ്മൾ കണ്ടു, എന്താണ്? ആ വിഷ്ണുവിന്റെ നാഭി, ബ്രഹ്മാവ് എന്ന് പറയുന്ന മുകൾ ഭാഗമാണ് ശിവലിംഗം. ആ ഒരു മൂന്നാമതിരിക്കുന്ന ആ മുകളിലോട്ടുള്ള ഭാഗം ഏറ്റവും അവസാനം. അപ്പൊ ഈ 3 ശക്തികളും ഒരു വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുകയാണ്, ഇല്ലേ? അപ്പൊ ഈ 3 ശക്തികളുടെയും അനുഗ്രഹം നമുക്ക് എന്താ തരുന്നത്? വിദ്യ തരുന്നു, സമ്പത്ത് തരുന്നു, ജ്ഞാനവും ശക്തിയും, അല്ലെ? പാർവതി ദേവി തരുന്നത് എന്താ? ശക്തിയാണ്. യാ ദേവി സർവഭൂതേഷു ശക്തി രൂപേണ സംസ്ഥിത. മാത്രമല്ല ശത്രു സംരക്ഷണമാണ് ദേവി തരുന്നത്. അപ്പൊ ഈ 3 ശക്തികളും ഒരു പ്രാവശ്യം വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ ഒന്നില്
അതായത് ആ ഒരു ഒന്നിൽ തന്നെയാണ് മൂന്നെണ്ണം വരുന്നു. ആ സങ്കല്പമാണ് ഈ അമ്മേ നാരായണ എന്നുള്ള മന്ത്രം. കാരണം നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഇങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ, കാരണം സൃഷ്ടി സ്ഥിതി സംഹാരം നിറഞ്ഞ ഈ പ്രപഞ്ചത്തില് ഈ മൂന്ന് മഹാശക്തികൾ നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മജ്യോതിയായിരിക്കുന്ന ആത്മാവിനെ പ്രകാശിപ്പിച്ച് തരും. കാരണം നിലവിളക്കെന്ന് പറഞ്ഞാൽ എന്താ? നിലയ്ക്ക് നിർത്തുന്നത് നിലവിളക്കെന്ന് പറയും. എന്താ നിലയ്ക്ക് നിർത്തുക എന്ന് പറയുന്നത്? നമ്മൾ നമ്മുടെ നിലയെ അറിയുന്നില്ല. നമ്മൾ ശരീരമാണെന്നുള്ള ബോധത്തിലാണ്. കാരണം ആ ഉള്ളിലിരിക്കുന്ന ആത്മജ്യോതിയെ, അന്തർജ്യോതി ബഹിർജ്യോതി, ഇപ്പൊ വെളിയിലിരിക്കുന്ന സൂര്യന്റെ പ്രകാശവും ഞാൻ ഈ തെളിയിക്കുന്ന വിളക്കെന്ന് പറയുന്നതിലിരിക്കുന്ന ആ ആത്മജ്യോതി തന്നെയാണ് എന്റെ ഉള്ളിലിരിക്കുന്ന സത്യത്തെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. കാരണം ഇന്ന് നിലവിളക്ക് ആ ഒരു കൊളുത്താത്ത വീടുകളല്ലേ ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള വീടുകളെല്ലാം തന്നെ ഇന്ന് തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്ന അങ്ങനെ ഒരു വളരെ ഒരു മോശം കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം നമ്മുടെ മനസ്സിലെ മൂലപ്രകൃതിയായിരിക്കുന്ന പരാശക്തിയുടെ 3 ഗുണങ്ങളെ അടിസ്ഥാനമാക്കി ആ ത്രിശക്തിയായിരിക്കുന്ന സരസ്വതി, ലക്ഷ്മി, പാർവതി ആ ഒരു അമ്മേ നാരായണ എന്നുള്ള മന്ത്രത്തിലൂടെ സ്ഥിരമായി ആ ഒരു സ്മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന അനുഗ്രഹം, ഈ പ്രപഞ്ചം സൃഷ്ടിയിലൂടെ വന്നു, സ്ഥിതിയിലൂടെ ഭഗവാൻ കാക്കുന്നു, സംഹാരത്തിലൂടെ നമ്മൾ വീണ്ടും നമുക്ക് ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നു. ഇല്ല, ഇവിടെ ഒന്നും നശിക്കുന്നില്ല, മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ വന്നു, ഇവിടെ നിലനിന്നു, പൂർണ്ണമായിട്ട് ഇതിൽ തിരിച്ച് ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഉയർന്ന ഒരു തലത്തിലേക്ക് നമുക്ക് ഈ മന്ത്രം നമ്മളെ കൊണ്ടെത്തിക്കും. കാരണം ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ഈ ഒരു നിഷ്കളമായിരിക്കുന്ന ആ ഭാവത്തിൽ നിന്ന് ആ സഗുണമായിട്ട് വന്ന് 3 ഗുണങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ എല്ലാവർക്കും 3 ഗുണങ്ങളുണ്ട്. ആ 3 ഗുണങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ 3 ശക്തികളും നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ അമ്മേ നാരായണ എന്ന് വിളിക്കുമ്പോൾ നമ്മള് ദേവീ നാരായണ മനസ്സുരുകി വിളിക്കുക. കാരണം ബ്രഹ്മാവിന്റെ ഭക്തിയായിരിക്കണം അമ്മേ സരസ്വതി ദേവി എനിക്ക് വിദ്യ തരൂ, ലക്ഷ്മി അല്ലയോ അമ്മ എനിക്ക് സമ്പത്ത് തരൂ, ഭദ്രേ ഭദ്രമായിരിക്കുന്ന ജീവിതത്തെ തരൂ, എന്റെ ഐശ്വര്യത്തെ നിലനിർത്തൂ, ജ്ഞാനം തരൂ, എന്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ സംരക്ഷിക്കൂ. ഇതെല്ലാം തന്നെ ആ മന്ത്രത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഈ പറഞ്ഞ എന്താ പറയാ അമ്മേ നാരായണ എന്നുള്ളത് ഒരു സർവ്വ ലൗകികമായിരിക്കുന്ന മന്ത്രമാണ്. ഇത് ആർക്കും ജപിക്കാം, എപ്പോഴും ജപിക്കാം. ഇത് ജപിച്ചതുകൊണ്ട് നമുക്ക് കൂടുതലായിരിക്കുന്ന ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ. ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് ദുർഗയുടെ, അതായത് ദുർഗയുടെ ആരാധന കുറിച്ച്, ദുർഗയുടെ ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അതിനകത്ത് ചോദിക്കുന്നു, ലളിതാ സഹസ്രനാമം സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്. അപ്പൊ ദുർഗയുടെ സഹസ്രനാമം വായിക്കണോ, ലളിതാ സഹസ്രനാമം പോരെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് ചോദിച്ചിരിക്കുന്നത് സബിത. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന എല്ലാ ഭാവങ്ങളും ഉൾപ്പെട്ടതാണ് ലളിതാ സഹസ്രനാമം. താന്ത്രികമായിട്ടാണെങ്കിലും അല്ലാതെ വെറുതെ ജപിച്ചാലും ഒരുപാട് പൂർണ്ണ ഫലം തരുന്നതാണ് ലളിതാ സഹസ്രനാമം. പക്ഷേ കാമ്യകർമ്മങ്ങൾക്ക് ദുർഗ ആരാധന, നമ്മുടെ ആ അസ്ട്രോളജിക്കലി നമ്മുടെ എന്താ പറയാ ജാതകത്തില് ഇപ്പൊ ദുർഗാ ഭജനമാണ് പറഞ്ഞിരിക്കുന്നത്. ദുർഗ എന്ന് പറയുമ്പോൾ ത്രിഗുണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയ വരിക. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. അതേസമയം ലളിത എന്ന് പറയുമ്പോൾ ഇതിന് തുരീയ അവസ്ഥ, ഈ 3 ഗുണങ്ങളെ അതിക്രമിച്ച് നിൽക്കുന്ന ശ്രീചക്രത്തിന്റെ അതിദേവതയാണ് ലളിത. അപ്പൊ നമുക്ക് ആത്മാവിന് വേണ്ടിയിട്ടാണ് ലളിതാ ദേവിയോട് പ്രാർത്ഥിക്കുന്നത്. ദുർഗ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന തടസ്സങ്ങൾ, അതുകൊണ്ടാണ് ദുർഗ സപ്തശതി വായിക്കാൻ പറയുന്നത്, സപ്തശ്ലോകി ദുർഗ വായിക്കാൻ പറയുന്നത്, ദുർഗ സഹസ്രനാമം ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങള് ദുർഗമങ്ങളായിരിക്കണം. നമുക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ദുർഗയുടെ നാമം തന്നെയാണ്. അത് ലളിത അല്ല എന്ന് ഞാൻ പറയണില്ല, അമ്മയുടെ തന്നെയാണ് പല ഭാവങ്ങള്. ദുർഗയുടെ നാമം തന്നെ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ദുർഗാ സഹസ്രനാമം, ദകാരാദി ദുർഗാ സഹസ്രനാമമുണ്ട്, അത് ജപിക്കാം. ദുർഗാ സപ്തശതി വായിക്കാം, അതിലെ ഓരോ അധ്യായങ്ങള്. പിന്നെ ഈ സപ്തശ്ലോകി വായിക്കാം. ഇനി ഒന്നും മുഴുവൻ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ 4 സ്തുതികള്, ദേവി മഹാത്മ്യത്തിലിരിക്കുന്ന 4 സ്തുതികൾ നമുക്ക് വായിക്കാം. ഇല്ലെങ്കിൽ നാരായണീ സ്തുതി വായിക്കാം. ഒന്നുമില്ലെങ്കിൽ ദേവിയുടെ ആ ഒരു എന്താ പറയാ മൃത്യുഞ്ജയ മന്ത്രമായിരിക്കുന്ന ആ ഒരു ഒറ്റ ശ്ലോകം, അതായത് നമുക്ക് ദുർഗാ സപ്തശതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൃത്യുഞ്ജയ മന്ത്രമായിരിക്കുന്ന ആ മന്ത്രം നമുക്ക് ജപിക്കാം. അപ്പോ ദുർഗ എന്ന് പറയുന്ന ഭാവത്തിന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെ കടന്നു പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നാമമാണ്. കാരണം അത് 5 നാമങ്ങൾ, ദേവിയുടെ 5 അക്ഷരങ്ങൾ ചേർന്ന നാമമാണ് ദുർഗ. അപ്പൊ അത് ലളിത എന്ന് പറയുമ്പോൾ ജ്ഞാനത്തെയും, ദുർഗ എന്ന് പറയുമ്പോൾ ഈ 3 ശക്തികളും ഒരുമിച്ചുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ലളിതാ സഹസ്രനാമം വായിക്കുന്നതുകൊണ്ട് ദുർഗ വായിക്കണമെന്നില്ല. എന്തെങ്കിലും കാമ്യ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് എടുത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും.
അടുത്തത് ദേവിയുടെ ലളിത ത്രിശതി സാധാരണ ഉപാസകന് ദീക്ഷയില്ലാതെ പാരായണം ചെയ്യാമോ എന്നാണ്. തീർച്ചയായിട്ടും ത്രിശതി ദീക്ഷയില്ലാതെ പാരായണം ചെയ്യാം. സാധാരണഗതിയിൽ ദീക്ഷ ഉണ്ടെങ്കിൽ പഞ്ചദശാക്ഷരി മന്ത്രം അതിന്റെ ഈ പറഞ്ഞ 300 നാമങ്ങള് 15 അക്ഷരങ്ങളുടെ 20 നാമങ്ങൾ വെച്ചിട്ടാണ് ആ പഞ്ചദശാക്ഷരി മന്ത്രത്തിന് തുല്യമാണ് ത്രിശതി ജപിക്കുന്നത്. അത് ചിലര് പറയാറുണ്ട് ദീക്ഷ ഉണ്ടെങ്കിലാണ് നല്ലതെന്ന്. ദീക്ഷ ഉള്ളവർക്ക് ആ മന്ത്രം ജപിക്കാമല്ലോ. തീർച്ചയായിട്ടും ദീക്ഷയില്ലാത്തവർക്ക് ത്രിശതി ജപിക്കാവുന്നതാണ്. അങ്ങനെയാണ് ഇതുവരെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ജപിക്കാം. ഇനി അടുത്തത് ചതുശ്ശതി ആരെഴുതിയതാണ് എന്നുള്ള ഒരു ലഘു വിവരണം ചോദിച്ചിട്ടുണ്ട്. ചതുശ്ശതിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചതുശ്ശതി എന്ന് പറയുന്നത് ഒരു തന്ത്ര ഗ്രന്ഥമാണ്. 64 താന്ത്രിക പൂജകള്, ആചാരങ്ങള്, മുദ്രകൾ എല്ലാമാണ് അതിലെ വിഷയം. കാരണം മന്ത്രങ്ങളും മുദ്രകളും എല്ലാം തന്നെ ഒരു ഗുരുവിന്റെ ഗൈഡൻസിൽ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമാവൂ. കാരണം അതില് പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടാണ് ഓരോന്ന് കൊടുത്തിരിക്കുന്നത്. പാർട്ട് 1 ആ ഒരു ഇൻട്രൊഡക്ഷൻ ടു തന്ത്ര, പാർട്ട് 2 റിച്വൽസ് ഫോർ സ്പിരിച്വൽ ഗ്രോത്ത്, തേർഡ് റിച്വൽസ് ഫോർ ഡയറ്റി വർഷിപ്പ്, പിന്നെ 4-മത്തത് അഡ്വാൻസ്ഡ് റിച്വൽസ് ആൻഡ് പ്രാക്ടീസസ്. ഇതെല്ലാം തന്നെ സാധകന്റെ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് അല്ലെങ്കിൽ ഒരു എനർജി ബാലൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയാ താന്ത്രിക വിധികളാണ്. അപ്പൊ ചതുശ്ശതി നമുക്കത് ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്താൽ കിട്ടുന്ന ബുക്കാണ്. കാരണം അത് പക്ഷെ ഇതിനകത്തെ കാര്യങ്ങൾ നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗുരുവിന്റെ ഗൈഡൻസിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാത്രമല്ല അതിനകത്ത് മുദ്രകളൊക്കെ പഠിപ്പിച്ചു തന്നെങ്കിൽ ഓരോ പരമ്പരയ്ക്കും മുദ്രകൾ വ്യത്യാസപ്പെടും. അപ്പൊ ആ മുദ്രകൾ നമ്മൾ ഗുരുവിൽ നിന്ന് പഠിച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് എന്താ പറയാ ഈ ഒരു എന്താ പറയാ ഈ ചാനലിലൂടെ ഒരുപാട് എന്താ പറയാ അറിവുകൾ കിട്ടുന്നുണ്ട്. സ്മിത എന്ന് പറഞ്ഞിട്ടുള്ള സ്മിത രാഘവൻ, വളരെ സന്തോഷം. കാരണം അത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം. നമുക്കറിയുന്നത് ബാക്കിയുള്ളവരും പഠിച്ച് ജീവിതത്തിൽ ഈശ്വരനെ അറിഞ്ഞ് ആ ഒരു ആത്മജ്ഞാനം നേടുക. അതിൽ നിങ്ങൾക്കും അതിൽ പ്രയോജനപ്പെടുമെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ബിന്ദു മോൾ. കാരണം ഇങ്ങനെയുള്ള അറിവ് പറഞ്ഞു തന്നതിന് നല്ലത്. ലളിതാ സഹസ്രനാമം ചൊല്ലാറുണ്ട്, അപ്പോൾ കൈ വിറയ്ക്കുന്നു, അപ്പൊ ഞാൻ അറിയാതെ ആടുന്നു, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കൈ വിറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ നമ്മുടെ മനസ്സിൽ ഒരുപാട് സെൻസിറ്റീവ് ആവുമ്പോഴാണ് നമ്മൾ എന്താ പറയാ ചിലപ്പോൾ പാരായണം കൊണ്ട് നമ്മുടെ ആ ഒരു എനർജി ലെവൽ മാറാം. നമ്മുടെ ഉള്ളിൽ ആ ഒരു കുണ്ടലിനി ശക്തി ഉണർത്തുന്നതാണ് ലളിതാ സഹസ്രനാമം. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വായിച്ച് അതിന്റെ ചില മന്ത്രഭാഗത്തിലോട്ടൊക്കെ പോകുമ്പോൾ, കാരണം മാതൃ അവതാരം മുതൽ ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബിക എന്ന് പറയുന്നത് തന്നെ 14 ഭാഗമായിട്ട് തിരിക്കുമ്പോൾ അതിൽ ദേവിയുടെ ആ ഒരു സൂക്ഷ്മം, സ്ഥൂലം, കാരണം എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിലെ മന്ത്രഭാഗങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത്രയും പ്യുവറായിരിക്കുന്ന ഒരു ജീവന് ആ ഒരു അനുഭവങ്ങൾ ഉണ്ടാവാം. അറിയില്ല, ചിലപ്പോൾ ഈ കൈ വറയ്ക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വികാരം കൊണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വായിക്കുന്ന ഒരു എന്താ പറയാ നമ്മൾ സാധാരണ പുരാണങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് പോലുള്ളതിൽ വെച്ചിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത്. കൈ വറച്ച് ബുക്ക് ഒരിക്കലും താഴെ വീഴാൻ പാടില്ല. അക്ഷര സ്വരൂപിണിയാണ് അമ്മ. അതുകൊണ്ട് ആ ഒരു ഹോൾഡറിൽ വെച്ചിട്ട് നമ്മൾ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ സാധാരണ പൂജാമുറി വെക്കുന്ന ആ ഒരു ബുക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. തടിയിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ കിട്ടാറുണ്ട്. അതിൽ വെച്ച് വായിക്കുക. അപ്പൊ ദേവിയെ കൂടുതൽ സമർപ്പണത്തോടു കൂടി വായിക്കുക. ദേവിയോട് തന്നെ പറയുക, അമ്മ എന്താണിത്, എനിക്ക് അമ്മയുടെ നാമം ചൊല്ലണം എന്ന് പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ അമ്മ നമ്മളെ നോക്കി രക്ഷിക്കും. സംശയമില്ലാത്ത കാര്യമാണത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് സൗന്ദര്യ ലഹരിയെ കുറിച്ചാണ്. കാരണം 15 ശ്ലോകം കാണാതെ പഠിച്ചു. യൂട്യൂബിൽ നിന്നാണ് കാണാതെ പഠിച്ചത്. അത് കാണാതെ ചൊല്ലുന്നുണ്ട്. അപ്പൊ ഫലശ്രുതി അത് കിട്ടാനായിട്ട് എന്താ പറയാ എത്ര പ്രാവശ്യം വായിക്കണം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം ഇതിനകത്ത് 100 നാമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 41 എണ്ണം എന്ന് പറയുന്നത് ആനന്ദ ലഹരി, ബാക്കിയുള്ളത് സൗന്ദര്യ ലഹരിയാണ്. ഓരോന്നും ശിവശക്തിയായ യുക്തം എന്ന് പറയുമ്പോൾ തന്നെ ഓരോ 4 വരികൾക്കും അതിന് പ്രത്യേകമായിട്ട് യന്ത്രം, മന്ത്രം, അത് ജപിക്കേണ്ട രീതി, എത്ര തവണ ജപിക്കണം, എല്ലാം തന്നെ ആ ബുക്കുകളിൽ സാധാരണ വ്യാഖ്യാനത്തിലുള്ള ബുക്കുകൾ, അതായത് കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ ബുക്ക് വളരെ നല്ലതാണ്. BC ബാലകൃഷ്ണൻ സാറിന്റെ നല്ലതാണ്. അത് എത്ര പ്രാവശ്യം വായിക്കണം എന്നുള്ളത് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാമ്യമായിട്ടുള്ള കർമ്മങ്ങൾക്ക് നമ്മൾ വായിക്കുമ്പം അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ യന്ത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത് ആ പുഷ്പങ്ങളൊക്കെ ഇട്ട് അത്രയും പ്രാവശ്യം ജപിക്കണം. അത് കിട്ടിയാൽ, അത് ജപിച്ചാൽ തന്നെ ഉടനെ നമുക്ക് ഫലം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കർമ്മവാസനകള് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന
ഇല്ലേ? കാർമിക് ഡെപ്റ്റ്, നമ്മുടെ കർമ്മം എത്രയുണ്ട്, നമ്മൾ അത്രയും ശുദ്ധമാണെങ്കിൽ മാത്രമേ ഈ സൗന്ദര്യ ലഹരി പോലെയുള്ള അത് ചെയ്തിട്ട് ചുമ്മാ നമ്മൾക്ക് എന്താ പറയാ എടുത്ത് ഒരു ഗുരുപദേശം ഇല്ലാതെ, ഗുരുപദേശം വേണോന്ന് ചോദിച്ചാൽ ഒരു മന്ത്രവും യന്ത്രവും ഒക്കെ ചെയ്ത് വായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗുരുപദേശം വേണം, അല്ലെങ്കിൽ നമുക്ക് ഫലം കിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് ചെയ്തിട്ട് നമുക്ക് ഫലം കിട്ടാതെ വരുമ്പോൾ അതിൽ വിശ്വാസം നഷ്ടപ്പെടും, ഇല്ലേ? അപ്പൊ കഴിയണതും കാമ്യകർമ്മങ്ങൾക്കായിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ആരെങ്കിലും അസ്ട്രോളജിക്കലി പറയുന്നുണ്ടെങ്കിൽ ഏത് ശ്ലോകമാണ് എടുക്കുന്നത് ആ ശ്ലോകം നല്ലവണ്ണം പഠിച്ച് അതിന്റെ ചിലത് തങ്കത്തകിടിൽ പറയുന്നുണ്ട്, ചിലത് വെള്ളി പറയുന്നുണ്ട്, ചില പഞ്ചലോഹത്തിൽ പറയുന്നുണ്ട്, ഏത് നൈവേദ്യം കൊടുക്കണം, അത് എത്ര പ്രാവശ്യം ജപിക്കണം, എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കണം, ഒരുപാട് കാര്യങ്ങൾ അതിൽ നിഷ്ഠയോടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ല ഇപ്പൊ നമ്മള് 41 ശ്ലോകം വരെ ആനന്ദലഹരി നമ്മൾ വെറുതെ വായിച്ചാൽ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഫലം വളരെ വളരെ അപൂർവമായിട്ട്, ഏത് ടെക്സ്റ്റ് വായിക്കുന്നത് പോലെ, അതായത് ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം, സൗന്ദര്യ ലഹരി, ഇത് മൂന്നും ദേവി പ്രത്യക്ഷം ദേവി തന്നെയാണ്. നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല, മനസ്സ് ഉരുകി തന്നെ ആ ശ്ലോകങ്ങൾ വായിച്ചിട്ട് ആ ശിവശക്തിയായ യുക്തം എന്ന് പറയുന്ന ആദ്യത്തെ ശ്ലോകം, ഇല്ലെങ്കിൽ സുധാ സിന്ദൂർ മധ്യേ, അവിദ്യാന മന്ദസ്തിമിര മിഹിര ദീപനഗരി, മഹിമൂലാധാരെ, ഏതെടുത്ത് ജപിച്ചാലും നമുക്ക് അതുകൊണ്ട് ഫലമേ കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് 7 പ്രാവശ്യം ജപിക്കുക, ഇതൊക്കെ നമ്മുടെ സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇതിലേത് ശ്ലോകം ജപിച്ചാലും പൂർണ്ണമായിരിക്കുന്ന ദേവിയുടെ അനുഗ്രഹം കിട്ടും. പിന്നെ കാമ്യകർമ്മങ്ങൾക്കായിട്ട് നമ്മൾ ഒരു ഗുരുപദേശമില്ലാതെ ഓരോ ശ്ലോകം എടുത്ത് ഈ യന്ത്രം തന്ത്രം ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. ചിലപ്പോൾ അതിന് ഫലം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിൽ ദേവിയിലെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. അത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ വാസനാപ്രേരിതമായിരിക്കുന്ന, നമ്മുടെ ആ ഒരു ആത്മാവിനെ മറച്ചിരിക്കുന്ന ആണവ മായിക കാർമിക മലത്രയങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ഉള്ളത് കൊണ്ട് അത് ക്ഷയിക്കാതെ പെട്ടെന്ന് അനുഭവം ഉണ്ടാകുന്നത്. അതേസമയം ഒരു ഉപാസകന്, നിത്യ ഉപാസന ചെയ്യുന്ന ഒരാൾക്ക് ഇതെടുത്ത് ചെയ്താൽ പെട്ടെന്ന് ഫലം ഉണ്ടാവും. കാരണം 10 വർഷം 12 വർഷം ഉപാസനയിൽ നിൽക്കുന്ന, ഡെയിലി ഈ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇതിൽ ഫലം കിട്ടും. അല്ലാത്ത ഒരാൾക്ക് വളരെയധികം, ചിലപ്പോൾ ഇനി അവരുടെ മനസ്സ് ഈ പറഞ്ഞ എന്താ പറയുക മലത്രയങ്ങളൊന്നും ഇല്ലാതെ ശുദ്ധമായിരിക്കുന്നെങ്കിൽ അവർക്കും ഫലം കിട്ടാം, ഉറപ്പാണ്. പക്ഷെ ഇതൊക്കെ അതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ഇതെടുത്ത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യാന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ സൗന്ദര്യ ലഹരി പഠിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒരു കുട്ടി, ഒരാള്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ 3 ശ്ലോകം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഞാൻ ആ 41 ശ്ലോകം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വായിക്കുന്ന രീതി, അതിന്റെ അർത്ഥം, സൂക്ഷ്മാർത്ഥം, സ്ഥൂലാർത്ഥം എല്ലാം പറഞ്ഞു തന്നെയാണ് പോകുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അല്ലാതെ തന്നെ നമുക്കിപ്പോ സൗന്ദര്യ ലഹരി ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ട് ഇതിനകത്ത്, വായിക്കാൻ പഠിക്കാൻ. വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ പൂർണ്ണമായിരിക്കുന്ന ഫലം കിട്ടും. പിന്നെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ബിന്ദു ബിന്ദു എന്ന് പറഞ്ഞ ബിന്ദു അനിൽ. അപ്പൊ ഓക്കെ, അവർ ചോദിച്ചിരിക്കുന്നത് വേദത്തിൽ, അതായത് അഗ്നിഹോത്രം ചെയ്യാനുള്ള ദീക്ഷ ഗുരുവിൽ നിന്ന് എടുത്തിട്ടുണ്ട്, സൗന്ദര്യ ലഹരിയും ദേവി മഹാത്മ്യം ചൊല്ലാൻ പ്രത്യേകം ദീക്ഷ എടുക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്ന. മറുപടി തരണേ. അഗ്നിഹോത്രം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. വേദം തന്ത്രം, ആഗമ നിഗമങ്ങൾ പോലെ തന്നെ രണ്ടെണ്ണാണ് വേദം എന്ന് പറയുന്നതും തന്ത്രശാസ്ത്രം എന്ന് പറയുന്നതും. അഗ്നിഹോത്രം എന്ന് പറയുന്നത് വേദ പഠനമാണ്. ഗായത്രി മന്ത്രമെല്ലാം വേദത്തിൽ വരുന്നതാണ്. അത് എടുക്കുന്ന പോലെ അല്ല തന്ത്രശാസ്ത്രത്തില്. തന്ത്രശാസ്ത്രത്തിൽ ഏത് ചെയ്യണമെങ്കിലും ദീക്ഷ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി സൗന്ദര്യ ലഹരിയും ദേവി മഹാത്മ്യം ചൊല്ലാൻ പ്രത്യേകം ദീക്ഷ എടുക്കേണ്ട കാര്യമില്ല. കാരണം അത് പഠിച്ചാൽ മാത്രം മതി. ഒരു ഗുരുവിന്റെ അടുത്ത് പഠിച്ചിട്ട് നമുക്ക് ചൊല്ലാം. ദേവി മഹാത്മ്യം ചിലർ പറയുന്നുണ്ട് ദീക്ഷ എടുക്കണമെന്ന്. നവാക്ഷരി മന്ത്രത്തെ ഉപാസിക്കുന്നവർ പറയും ദീക്ഷയില്ലാതെ നവാക്ഷരി ചൊല്ലാൻ പാടില്ല എന്ന്. പക്ഷെ ചില പരമ്പരകൾ നവാക്ഷരി എന്താ പറയാ ദീക്ഷയില്ലാതെ ചൊല്ലുന്ന ഒരുപാട് പേരുണ്ട്. കാരണം കറക്റ്റ് ആയിട്ട് ജപിച്ചാൽ മാത്രം മതി. ഇപ്പൊ നമുക്ക് എന്താ പറയാ പഞ്ചദശി മന്ത്രത്തിനകത്ത് നവാക്ഷരി വരുന്നോണ്ട് പ്രത്യേകം ദീക്ഷ എടുക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പോ തീർച്ചയായിട്ടും നവാക്ഷരി എന്ന് പറയുന്ന മന്ത്രം ദീക്ഷയില്ലാതെ ചെയ്യുന്ന തെറ്റാതെ നല്ലവണ്ണം പഠിച്ചതിന് ശേഷം വായിക്കുന്നതായിരിക്കും നല്ലത്. സൗന്ദര്യ ലഹരിക്ക് പ്രത്യേക ദീക്ഷ ആവശ്യമില്ല. പിന്നെ ഈ മന്ത്രം, അതായത് ചില മന്ത്രങ്ങളെടുത്ത് ഈ പറയുന്ന യന്ത്രങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ മാത്രം അത് ഗുരുവിനോട് ചോദിച്ച് ഗുരുവിന്റെ അനുഗ്രഹത്തോടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്പർ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ നമ്പർ തരൂ. നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങോട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ 36 തത്വങ്ങളെ കുറിച്ച് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ യൂട്യൂബിൽ തന്നെ അപരാജിതം ചാനലിൽ കിടപ്പുണ്ട്. ആ ഒരു പ്രകൃതി 36 തത്വങ്ങളെ കുറിച്ചും എല്ലാം വളരെ എന്താ പറയുക, പ്രകൃതിന്റെ ഹെഡിങ് ഞാനിപ്പോ ഓർക്കുന്നില്ല. തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് വന്നത് എല്ലാം
പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് 36 ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഏതിലെങ്കിലും ഈ ശിവതത്വമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും 36 തത്വങ്ങളെ കുറിച്ച് നമുക്കൊന്നും കൂടെ മനസ്സിലാക്കാം. അടുത്തതായിട്ട് എന്താ പറയാ, ഈ ചാനലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക, വളരെ ഡെപ്തിൽ മനസ്സിലാവുന്നുണ്ട്. അറിയുന്ന കാര്യങ്ങള് ശാസ്ത്രം പഠിച്ചതിന് ശേഷം ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ. കാരണം തെറ്റായിട്ടുള്ള ഒരു കാര്യം പറയാൻ ഒരിക്കലും ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചോദിച്ചാലും ശാസ്ത്രത്തിന്റെ ബേസിൽ എനിക്ക് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് തരാൻ പറ്റും. അതുകൊണ്ട് തെറ്റായിട്ടുള്ളത് കഴിയുന്നതും ചെയ്യാതിരിക്കുക. അതുകൊണ്ട് അറിയുന്ന രീതിയിൽ അതിനൊരു ശാസ്ത്രത്തിന്റെ അടിത്തറയോടുകൂടി മാത്രമായിരിക്കും ഞാൻ ഉത്തരം നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഇതിനകത്ത് സ്പീഡിൽ പറയരുത്, കുറച്ചുകൂടെ പതുക്കെ പറയണം. കാരണം സ്പീഡ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിൽ കൂടുതൽ സാധാരണ വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത്. എന്തായാലും അത് ശ്രദ്ധിക്കാം. പിന്നെ 12 നാമങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതായത് വാരാഹി 12 നാമങ്ങള്. ഇത് എന്താ പറയാ, ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദേവി ഗ്രൂപ്പാണ്. അത് നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ വാട്സാപ്പിൽ ഇടുകയോ പറഞ്ഞു തരുകയോ ചെയ്യാം. കാരണം അത് ലളിത ഉപാഖ്യാനത്തില് അവസാനം കൊടുത്തിട്ടുണ്ട്. ആ വാരാഹിയുടെ കൊടുത്തിട്ടുണ്ട് 12 നാമങ്ങള്, ശ്യാമാദേവിയുടെ 16 നാമങ്ങള്, ലളിതാ ത്രിപുര സുന്ദരിയുടെ ചതുർവിംശതി നാമങ്ങൾ, 25 നാമങ്ങൾ, ഇങ്ങനെ 3 എണ്ണവും കൊടുത്തിട്ടുണ്ട്. ലളിത ഉപാഖ്യാനത്തിൽ അവസാനം നോക്കിയാൽ അത് കിട്ടും. പിന്നെ ദേവിയുടെ ആ ഒരു മന്ത്രം ജപിക്കുമ്പോൾ എന്തെല്ലാം ചിട്ടകൾ പാലിക്കണം എന്നാണ് ചോദിക്കുന്നത്. കാരണം അതായത് ഏത് മന്ത്രമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചോദിച്ചിരിക്കുന്നത്. പഞ്ചദശി മന്ത്രമാണോ അല്ല നവാക്ഷരി മന്ത്രമാണോ? എന്തായാലും മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ചില ചിട്ടകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് ഗുരുപരമ്പര പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വേറൊരു പരമ്പരയിലുള്ള ആൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ആ പരമ്പരയിലെ ഗുരു എന്താണോ നിർദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ശകലം പോലും അതിൽ നിന്ന് മാറ്റാൻ പാടില്ല. കാരണം ഗുരുപരമ്പരയുടെ നിർദ്ദേശം പൂർണ്ണമായിട്ട് അനുസരിച്ചെങ്കിലേ പറ്റുള്ളൂ. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നത് ശരീരവും എന്താ പറയാ മനസ്സുമായിട്ട് ബന്ധമില്ല. പലരും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട്. കഴിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ജപിക്കാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് കഴിച്ചിട്ടിരിക്കരുത്. കഴിക്കൽ രാവിലത്തെ ജപങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴിക്കാം. അത് കഴിഞ്ഞ് കുളിച്ച് വൈകുന്നേരം ജപിക്കാം. ഭക്ഷണവും മന്ത്രവുമായിട്ട് വലിയ ബന്ധമില്ല. പിന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ പൂജകൾ ചെയ്യുമ്പോൾ മാത്രം വെജിറ്റേറിയൻ ആയിട്ടിരുന്നാൽ നല്ലതാണെന്ന്. ഇതെല്ലാം തന്നെ പരമ്പരയിലെ ഗുരുക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ്. അടുത്ത ചോദ്യം, എന്താ പറയാ, ഒരു ദേവി ഉപാസകയാണ്. അപ്പൊ ദേവി എന്താ പറയാ, ഇത് എങ്ങനെയാണ് നേരിട്ട് വിളിക്കേണ്ടത്? ഇത് ഞാൻ ഓൾറെഡി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് പീരിയഡ്സ് ആകുമ്പോൾ സ്ത്രീകൾക്ക് മെൻസസ് സമയത്ത് ജപമാല എടുക്കാമോ ജപിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകള് പീരിയഡ്സ് ടൈമിൽ നമ്മൾ ജപമാല എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു പൗച്ചിനകത്ത്, അല്ലെ, ഗോമുഖം എന്ന് പറയുന്ന ആ ഒരു പൗച്ചിനകത്ത് സൂക്ഷിക്കുന്നതാണ്. അത് ഒരുപാട് എനർജി നമ്മൾ ജപിക്കുമ്പോഴെല്ലാം അതിൽ എനർജി, അതായത് നമ്മൾ സ്ഫടികമാല കൊണ്ടാണെങ്കിലും എന്താ പറയാ രക്തചന്ദന മാലയാണെങ്കിലും അതിൽ ഒരുപാട് എനർജി വന്നിട്ടും തിരിച്ച് നമ്മൾ അതിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നതാണ്. കഴിയുന്നതും പീരിയഡ്സ് ടൈമിൽ 4 ദിവസം മന്ത്രമാല എടുക്കാതെ നമുക്ക് ജപിക്കാം. അപ്പൊ പുസ്തകത്തിൽ നോക്കി ജപിക്കാമോ എന്ന് ചോദിച്ചാൽ കാണാതെ അറിയുന്നവർക്ക് അങ്ങനെ ജപിക്കാം. കഴിയുന്നതും അക്ഷരത്തെ നോക്കി ജപിക്കുന്നതാണ്. പീരിയഡ്സ് ടൈമിൽ തീർച്ചയായിട്ടും ലളിതാ സഹസ്രനാമം അവോയ്ഡ് ചെയ്യാൻ പറയുന്നില്ല. ജപിക്കാം. ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സമയമാണ് അപ്പോഴ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പൂജാമുറിക്കകത്ത് പ്രവേശിക്കാൻ അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെ നിങ്ങൾ പാലിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പാലിച്ചു പോകാം. കാരണം കഴിയുന്നതും മാല എടുത്ത് ജപിക്കാതിരിക്കുന്നതാണ് നല്ലത്. 4 ദിവസം കഴിഞ്ഞ് കുളിച്ച് ശുദ്ധമായതിനു ശേഷം വീണ്ടും മാല എടുത്ത് ജപിക്കാം. കാരണം ആ മാല നമുക്ക് അസുഖമുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ പൗച്ചിനകത്ത് നിന്ന് എടുത്ത് നമുക്ക് ധരിക്കാനുള്ളതാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു എന്താ പറയുക അശുദ്ധമായിരിക്കുന്ന ഒരു സമയമെന്ന് നമുക്ക് തന്നെ ഉള്ളിൽ തോന്നുന്നത് കൊണ്ട് കഴിയുന്നതും ആ 4 ദിവസം എടുക്കാതിരിക്കുന്ന, അല്ലാതെ നമുക്ക് പുസ്തകം നോക്കി ജപിക്കാം. അതിനായിട്ട് പൂജാമുറി വെക്കാതെ ഒരു പുസ്തകം പുറത്ത് വെക്കാം. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ ശ്രീവിദ്യ ഉപാസകർക്ക് ഇങ്ങനെയുള്ള യാതൊരു അശുദ്ധങ്ങളും ബാധകമല്ല. അപ്പൊ ഇതെങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ പോകുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് അത് മാറ്റി ചെയ്തു കഴിഞ്ഞാൽ മനസ്സിനൊരു വിഷമം തോന്നണ്ട. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. പിന്നെ എന്താ പറയാ, മന്ത്രദീക്ഷ ഉപദേശിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് മന്ത്രദീക്ഷ കൊടുക്കാൻ പറ്റില്ല. കാരണം അത് എന്റെ ഗുരുപരമ്പരയുടെ ഒരു അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ. മന്ത്രദീക്ഷ ദേവിപുരത്ത് കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് വേറൊരു അമ്മ ഉണ്ട്. അങ്ങനെ ആവശ്യമുള്ളവര് നമ്പർ അയച്ചു തന്നാൽ എന്താ പറയാ ആ അമ്മയുടെ അടുത്തുനിന്ന് നമുക്ക് മന്ത്രദീക്ഷ എടുക്കാവുന്നതാണ്. പിന്നെ
ശ്രീവിദ്യ ഉപാസനയെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം. ശ്രീവിദ്യ ഉപാസന എന്താണ്? ശ്രീവിദ്യ പറഞ്ഞു തരുമോ? അങ്ങനെ 3-4 ചോദ്യങ്ങൾ ശ്രീവിദ്യയെ കുറിച്ച് വന്നിട്ടുണ്ട്. കാരണം ശ്രീവിദ്യയെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ശ്രീവിദ്യ ഉപാസന എന്താണ്? അക്ഷരസ്വരൂപിണിയായിരിക്കുന്ന അമ്മ. അതെല്ലാം ശ്രീവിദ്യയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് 2-3 എപ്പിസോഡിൽ വരും. നിങ്ങൾ കാത്തിരിക്കണം. കാരണം എല്ലാത്തിനും കൂടെ സമയം കിട്ടാത്തതുകൊണ്ടാണ്. ശ്യാമള ദണ്ഡകം ചെയ്യാൻ ഉദ്ദേശമുണ്ട്. ലളിതാ സഹസ്രനാമമുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എല്ലാം ദേവി സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം എന്താ പറയാ, ജപിക്കുമ്പോൾ ഭ്രൂമധ്യത്തിലാണ് ശ്രദ്ധ കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അമ്മയുടെ ധ്യാനം ചെയ്ത് നോക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നമുക്ക് 2 സ്ഥലത്താണ് നമ്മൾ സാധാരണ 3 സ്ഥലത്ത് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അതായത് സഹസ്രാര പത്മത്തില് ഏറ്റവും ഉയർന്ന സാധകനും ഈ പറഞ്ഞ ജീവാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഭ്രൂമധ്യത്തിൽ, അതായത് അർദ്ധനാരീശ്വര സങ്കല്പത്തില് ഗുരു ഇരിക്കുന്ന സ്ഥലമാണ് ഭ്രൂമധ്യം എന്ന് പറയുന്നത്. അവിടെയും ജീവാത്മാവ് പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ വലതു ഭാഗത്ത് അഷ്ടദള പത്മത്തിൽ ഇരിക്കുന്ന ഭഗവാനും, അതായത് അങ്കുഷ്ടാഭ്യം പുരുഷഹ എന്ന് പറഞ്ഞിട്ട് ആത്മാവ് അവിടെ ഇരിക്കുന്നതായിട്ടും പറയണു. അപ്പോ ഭ്രൂമധ്യത്തിൽ ശ്രദ്ധ കൊടുത്ത് ചെയ്യുന്നെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും ചെയ്യാം. അവിടെ ചെയ്യുമ്പോൾ നാമരൂപങ്ങൾ ഇല്ലാതെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവിടെ പ്രകാശ രൂപമായിട്ട്, അതായത് ഒരു വയലറ്റ് വെളിച്ചമോ നല്ല ശുദ്ധ സ്ഫടികമായിരിക്കുന്ന വെളുത്ത വെളിച്ചമോ ഒക്കെ കണ്ടിട്ട് നാമരൂപങ്ങൾ ഇല്ലാതെ നമുക്ക് അവിടെ ധ്യാനിക്കാം. നമ്മൾ ഹൃദയത്തിൽ ചെയ്യുമ്പോൾ ദേവിയെ നാമരൂപത്തോടു കൂടി, അതായത് ലക്ഷ്മിയായിട്ട്, അഷ്ടദള പത്മത്തിൽ ഇരിക്കുന്നതായിട്ട്, പഞ്ചബ്രഹ്മാസനത്തിൽ ഇരിക്കുന്നതായിട്ട്, ഏത് ഇഷ്ടദേവതയാണോ എങ്ങനെ ധ്യാനിക്കണോ അത് നമുക്ക് ഹൃദയത്തില്, കാരണം അഷ്ടപ്രകൃതിയായിരിക്കുന്ന അഷ്ടദളങ്ങളാണ് ഹൃദയത്തിലുള്ളത്. ആ അഷ്ടദള മധ്യത്തില് രൂപത്തോടു കൂടിയ ഭഗവാൻ ഏതാണോ നമ്മുടെ ഇഷ്ടദേവത നമുക്ക് ധ്യാനിക്കാം. ഭ്രൂമധ്യത്തിലാണ് ധ്യാനിക്കുന്നെങ്കിൽ കഴിയുന്നതും എന്താ പറയാ, രൂപമില്ലാതെ പ്രകാശ സ്വരൂപത്തിൽ ധ്യാനിക്കുന്നതായിരിക്കും നല്ലത്. സഹസ്രാര പത്മത്തില് ഏറ്റവും ശ്രേഷ്ഠമായത് സഹസ്രാര പത്മമാണ്. ശിവശക്തി സമ്മേളനമായിരിക്കുന്ന ആ സ്ഥലം ബ്രഹ്മരന്ധ്രാണ്. അവിടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. കാരണം നമ്മളെ ഗുരുവിനെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആ ബ്രഹ്മരന്ധ്രത്തിലാണ്. അപ്പോ ഭ്രൂമധ്യത്തിലാവുമ്പോൾ കഴിയുന്നതും എന്താ പറയാ, രൂപമില്ലാതെ ധ്യാനിക്കുന്നതായിരിക്കും നമുക്ക് പെട്ടെന്ന് അതിന്റെ ഫലം കിട്ടാനായിട്ട് പ്രയോജനം ചെയ്യാം. പിന്നെ എന്താണ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ ഒരു ചോദ്യം. അതായത് ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഈ പ്രപഞ്ചം മുഴുവൻ. അതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കേട്ടപ്പോൾ വിഷമം തോന്നി. അങ്ങനെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. പ്രപഞ്ചം അതായത് യിൻ യാങ് തിയറിയാണ്. ഒരു ബ്ലാക്ക് ആൻഡ് ഒരു വൈറ്റ് അല്ലേ? ഒരു പകല് ഒരു രാത്രി. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചേർന്നാണ് പ്രപഞ്ചം എല്ലാം, നമ്മുടെ ശരീരം എല്ലാം തന്നെ. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് നമ്മൾ കാണുന്ന ഒരു നെഗറ്റീവ് അല്ലത്. ഇത് രണ്ടും കൂടെ ചേർന്നെങ്കിലാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ അതില് നമുക്ക് പോസിറ്റിവിറ്റി കൂട്ടിയാൽ മതി, നെഗറ്റീവിലോട്ട് പോവാതിരുന്നാ പോരെ. പിന്നെ എന്താ പറയാ, പഞ്ചദശാക്ഷരി മന്ത്രം കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗുരുപദേശം കൂടാതെ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഗുരുപരമ്പരയെ എന്താ പറയാ, ഗുരുപരമ്പരയോട്, അതായത് നമുക്ക് ഏത് ഗുരുപരമ്പരയിൽ നിന്ന് വേണമെങ്കിലും അത് സ്വീകരിക്കാം. അതിന് കൃത്യമായിരിക്കുന്ന ചിട്ടവട്ടങ്ങളുണ്ട്. ഇപ്പൊ ശ്രീവിദ്യ മന്ത്രത്തെക്കുറിച്ചും ശ്രീവിദ്യ ഉപാസനയെക്കുറിച്ചും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. പിന്നെ കാശി അന്നപൂർണ ക്ഷേത്രത്തിനടുത്ത് മഹായോഗി ഭാസ്കരരായർ പ്രതിഷ്ഠിച്ച ഒരു പുണ്യ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അത് എവിടെയാണെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്നപൂർണ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ അത് ആ ഒരു വലതു ഭാഗത്ത് ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുമ്പോൾ അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അവിടെ ഇരുന്നിട്ടാണ് ഭാസ്കരരായർ ലളിതാ സഹസ്രനാമം എഴുതിയെന്ന് പറയപ്പെടുന്നു. അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഞാൻ ഇരുന്നിട്ടുള്ള സ്ഥലമാണ്. കാരണം അത് അവിടെ ഒരു എന്താ പറയാ, ചെറിയ ശിവലിംഗം ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് താഴെ 2 സ്റ്റെപ്പ് താഴെ ഇറങ്ങിയിട്ട് അവിടെ ഇരുന്ന് മുഴുവൻ സമയം ജപിക്കാൻ പറ്റില്ല, തിരക്ക് കാരണം. എങ്കിലും തീർച്ചയായിട്ടും ഒരു 10 മിനിറ്റ് നമുക്ക് ധ്യാനം ചെയ്യാൻ പറ്റും. കാശി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന്റെ എന്താ പറയാ, അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഭാസ്കരരായരുടെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആരും നമുക്ക് കാണിച്ചു തരും. ഒരു ചെറിയ സ്ഥലമാണ്. നമുക്കൊരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി അവിടെ ഇരുന്ന് ജപിക്കാൻ സാധിക്കും. പിന്നെ സത്സംഗത്തിൽ പങ്കെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമുക്കത് എന്താ പറയാ, സത്സംഗത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോ ആയിട്ട് ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് എന്താ പറയാ, ആ ഗ്രൂപ്പിൽ നിങ്ങൾക്കും ചേരാം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇനി കുറച്ചുകൂടെ ഇത് വികസിച്ച് വരുമ്പോൾ നമുക്ക് ഈ വാട്സാപ്പിലുള്ള എല്ലാവർക്കും ചേർന്ന് നമുക്ക് ഗ്രൂപ്പ് ഒരെണ്ണം ഉണ്ടാക്കി സത്സംഗങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റട്ടെ. ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കാം. എന്താ പിന്നെ എന്താ പറയാ, അപ്പൊ ഗ്രൂപ്പിൽ ചേരുന്ന കാര്യമാണ്. പിന്നെ എന്താ പറയാ, ശ്രീവിദ്യക്ക് മുകളിലുള്ള ഹംസയോഗം അനുഷ്ഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരാള്.
അത് ചോദിച്ചിരിക്കുന്നത്, ഇത്രയും പാടുപെടാതെ ശ്രീവിദ്യയ്ക്ക് മുകളിലുള്ള ഹംസയോഗം അനുഷ്ഠിച്ചാൽ പോരെ? എന്താണ് ഹംസയോഗം എന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ശ്രീവിദ്യയും ഹംസയോഗവും തമ്മിൽ പരപ്രാസാദ മന്ത്രം എന്നാണ് ഹംസയോഗത്തിന് പറയുന്നത്. അതിനെ അതായത് ക്രിയായോഗമായിട്ട് എക്സസൈസ് ആയിട്ട് പലരും പഠിപ്പിക്കുന്നുണ്ട്. ശ്രീവിദ്യയ്ക്ക് മുകളിലല്ല ഹംസയോഗം. ശ്രീവിദ്യ ഹംസയോഗം തന്നെയാണ്. ഹംസ എന്ന് പറഞ്ഞാൽ ഹകാരവും സകാരവും ശിവനും ശക്തിയും ചേരുന്ന വിദ്യയാണ് നമ്മൾ ഹംസം. ഹകാരം എന്ന് പറയുന്ന ശിവനും സകാരം എന്ന് പറയുന്ന മൂലാധാരത്തിലിരിക്കുന്ന ശക്തി. അതെന്താണ്? ഹംസ അല്ലെ? ഹം എന്ന് പറയുന്ന നമ്മുടെ ശ്വാസം അകത്തോട്ട് എടുക്കുന്നത്, സകാരം എന്ന് പറയുന്ന മൂലാധാരം. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ പ്രാണനെ നിലനിർത്തുന്ന മന്ത്രമാണ് ഹംസമന്ത്രം. അപ്പൊ ഹംസമന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണമന്ത്രം തന്നെയാണ്. കാരണം ഈ ശ്രീവിദ്യ എന്ന് പറയുന്നത് നമ്മൾ ആംനായങ്ങൾ, അതായത് ഒരു ശ്രീചക്രത്തിന്റെ 4 ആംനായങ്ങളിലാണ് ശ്രീവിദ്യയെ നമ്മൾ കാണുന്നത്. ഊർധ്വാംനായം, അധോആംനായം എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. ആ താഴോട്ടുള്ള അനുത്തരാംനായമാണ് ശ്രീവിദ്യ. ഊർധ്വാംനായമാണ് പരപ്രാസാദ മന്ത്രമായിരിക്കുന്ന ഹംസമന്ത്രം. അത് ശിവമന്ത്രമാണ്. അത് പൂർണ്ണ ദീക്ഷ കിട്ടിയതിന് ശേഷം ചെന്ന് ചേരേണ്ട ഒരു സ്ഥലമാണ്. ഡയറക്റ്റ് ആയിട്ട് ശിവയോഗികൾക്ക് സാധിക്കും. ശൈവർക്ക് ഹംസയോഗം പറഞ്ഞിട്ടുണ്ട്. ശ്രീവിദ്യ എന്ന് പറയുന്ന പൂർത്തീകരിച്ചതിന് ശേഷം ദേവിയിലൂടെ മാത്രം ചെന്ന് ചേരേണ്ട ഊർധ്വാമനായ വിദ്യയാണ് ഹംസവിദ്യ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമായിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവാം. എങ്കിലും നമ്മൾ ശ്രീവിദ്യ പഠിച്ചത് ഇങ്ങനെയാണ്. കാരണം അത് ശ്രീവിദ്യക്ക് മുകളിൽ തന്നെയാണ്. ശക്തി ശിവനിൽ ലയിക്കുന്ന ആ ഒരു യോഗത്തെയാണ് നമ്മൾ ഹംസയോഗം എന്ന് പറയുന്നത്. വളരെ വളരെ എന്താ പറയാ, ഇന്നർ മീനിങ് ഉള്ളതാണ് ഹംസയോഗം. ഹംസയോഗം എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് വളരെ ചിട്ടയായിട്ടുള്ള ഒരു ക്രമം, അത് നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിച്ച് ഇടാപിങ്കള നാഡി സുഷുമ്നയിലൂടെ പോകുന്ന പ്രാണനെ നമ്മൾ ശ്രദ്ധിച്ച് അതിലൂടെ പോവേണ്ട ഒരു മന്ത്രമാണ് ഹംസമന്ത്രം എന്ന് പറയുന്നത്. ഹംസം എന്ന് പറഞ്ഞാൽ എന്ത്? പാലിനെയും വെള്ളത്തിനെയും തിരിച്ചറിയാൻ പറ്റുന്ന പക്ഷി അല്ലെ? അപ്പൊ ആ വിവേകം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം പറയാ. നിത്യ അനിത്യ വിവേകം. ശരീരമായിരിക്കുന്ന ഈ അനിത്യത്തിൽ നിത്യമായിരിക്കുന്ന ജീവനെ, ആ പ്രാണനെ അല്ലെങ്കിൽ ശിവനെ, ശിവത്വത്തെ കണ്ടുപിടിക്കുന്ന യോഗമാണ് ഹംസയോഗം. അപ്പൊ അത് ഒന്നിനും നമുക്ക് താഴെയാണോ മുകളിലാണോ എന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് കിടക്കണു. ഇതെല്ലാം ഒരു ഉപാസകനെ സംബന്ധിച്ച് ശ്രീവിദ്യ പൂർത്തീകരിച്ച് ദേവിയെ സാക്ഷാത്കരിച്ച് തീർച്ചയായിട്ടും ആ ഹംസയോഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോ എന്താ പറയാ, തന്ത്രശാസ്ത്രം ഒരുപാട് വിമർശനത്തിൽ ഒക്കെ കിടക്കുന്നു. എങ്കിലും അതിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അമ്മയ്ക്ക് നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ സന്തോഷം. പിന്നെ ഫോട്ടോയിൽ കാണുന്ന വെളുത്ത താടിയുള്ള ഗുരുവിന്റെ പേര് എന്താണ്? അത് ദേവിപുരത്തെ ഗുരുവാണ്, അമൃതാനന്ദനാഥ സരസ്വതി. എന്റെ ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് അമൃതാനന്ദനാഥ സരസ്വതി എന്നാണ്. പിന്നെ നവാക്ഷരി മന്ത്രം ശ്രീവിദ്യ പോലെ ഗുപ്തമല്ല. അത് ബുക്ക് നോക്കി ജപിക്കാൻ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബുക്ക് നോക്കി ജപിക്കുന്നത് തെറ്റല്ല. കാരണം ദേവി മഹാത്മ്യം ഇന്ന് എല്ലാവരും പാരായണം ചെയ്യുന്നുണ്ട്. വിച്ച്, ചാമുണ്ടായി, വിച്ച് എന്നുള്ളതിന്റെയൊക്കെ അർത്ഥം വളരെ വിശദമായിട്ട് ദേവി മഹാത്മ്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ അപരാജിതം ചാനലിൽ കിടപ്പുണ്ട്. ദയവായിട്ടും അത് കേൾക്കുക. കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാകും. കാരണം അതിനെക്കുറിച്ച് ദേവി മഹാത്മ്യം എങ്ങനെ വായിക്കണം, എങ്ങനെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യം എന്താണ്? സൗന്ദര്യ ലഹരിയെ കുറിച്ചാണ്. അപ്പോ സൗന്ദര്യ ലഹരി 33-ാമത്തെ ശ്ലോകം ജപിക്കുമ്പോൾ ദേവി ഏത് ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത്? എല്ലാ 41 ശ്ലോകവും പറയുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാം. പിന്നെ സ്മരം യോനിയും ലക്ഷ്മി എന്ന് പറയുന്നത് എല്ലാം തന്നെ ശ്രീവിദ്യ മന്ത്രത്തിന്റെ 32-ാമത് ശ്ലോകമാണ്. കാരണം ഇതിനകത്ത് പഞ്ചദശാക്ഷരി മന്ത്രം വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് പഞ്ചദശാക്ഷരി മന്ത്രം ചൊല്ലുന്നതിന് തുല്യം തന്നെയാണ്. കാരണം അതായത് ദേവി പഞ്ചദശാക്ഷരി മന്ത്ര സ്വരൂപിണിയായിട്ട് ചതുർബാഹുക്കളോടുകൂടി പാശം, അങ്കുശം, കരിമ്പ് വില്ല്, പുഷ്പബാണങ്ങൾ ധരിച്ച് പത്മാസനത്തിൽ, അതായത് പഞ്ചബ്രഹ്മത്തിൽ ഇരിക്കുന്ന അതേ ദേവിയുടെ ആ ഒരു ശ്ലോകം തന്നെയാണ് സൗന്ദര്യ ലഹരിയിലെ സ്മരം യോനിയും ലക്ഷ്മി എന്നുള്ളത്. അത് ജപിച്ചാൽ ഈ ഒരു പഞ്ചദശാക്ഷരി ജപിക്കുന്നതിന് തുല്യം തന്നെയാണ്. അപ്പോ പിന്നെ എന്താണ്, പഞ്ചമുദ്രയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് ദശമുദ്ര, അതിൽ ആദ്യം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെ കാണിക്കുന്നു എന്ന് പറയുന്നു. അത് നമുക്ക് ദശമുദ്രയൊക്കെ ശ്രീവിദ്യയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് അങ്ങനെ എന്താ പറയുക, മുദ്രകളെ വെറുതെ നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യത്തെ 5 മുദ്ര പഞ്ചഭൂതങ്ങളെ കാണിക്കുകയാണ്. അപ്പൊ അത് ദേവിയുടെ കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും ഒക്കെ തന്നെയാണ്.
അത് ഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യമായിട്ട് ബന്ധപ്പെട്ട മുദ്രകളുമാണ്. പിന്നെ ശ്രീചക്ര ഉപാസനയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ ഗുരുവായി കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം കൗള സമ്പ്രദായത്തില് എന്താണ്, നമുക്ക് ഗുരു ഇല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ഗുരുവാണ് അവിടെ പ്രധാനം. അതുകൊണ്ട് അത് നമുക്ക് ശ്രീചക്ര ആരാധനയൊന്നും അങ്ങനെ നമുക്ക് പബ്ലിക്കായിട്ട് ദീക്ഷ എടുത്ത് പഠിക്കേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് ബലികർമ്മത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ബലി ബാഹ്യമായിട്ടാണോ ചെയ്യേണ്ടത്? കൗള സമ്പ്രദായത്തിൽ അതായത് ബലി ഉള്ളിലല്ലേ നടക്കേണ്ടത്, അകത്തല്ലേ നടക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ബലികർമ്മം തീർച്ചയായിട്ടും ഉള്ളിൽ തന്നെയാണ്. അത്രയും ഉയർന്ന ഉപാസകര് മാത്രമേ അകത്ത് ബലി ചെയ്യാൻ പറ്റൂ. ബാഹ്യമായിരിക്കുന്ന ബലി അത് സിംബോളിക് ആണ്. അകത്ത് തന്നെയാണ് ബലികർമ്മങ്ങൾ ചെയ്യേണ്ടത്. എല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ട്, എല്ലാത്തിനെയും സമർപ്പിച്ചുകൊണ്ട്, ബലി നൽകിക്കൊണ്ട്, അല്ലെ, ആ ഒരു എന്താ പറയാ, പഞ്ചമകാര പൂജ തന്നെ അങ്ങനെയാണ്. പഞ്ചമകാരങ്ങൾ അതെല്ലാം ഇനി പറയുന്നുണ്ട് ശ്രീവിദ്യ പറയുമ്പോൾ. ബലിയെക്കുറിച്ചും തീർച്ചയായിട്ടും കൂടുതലായിട്ട് ബലിയെക്കുറിച്ചും നമുക്ക് അപ്പോഴ് സംസാരിക്കാം. കാരണം നമ്മുടെ ഉള്ളില് ഇരിക്കുന്ന വികാരങ്ങളെ, വിചാരങ്ങളെ, നമ്മുടെ കർമ്മങ്ങളെല്ലാം സമർപ്പിക്കൽ തന്നെയാണ് ബലി എന്ന് പറയുന്നത്. അത് നമ്മൾ സാധനയിൽ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രമേ നമുക്കത് ഉള്ളിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത ചോദ്യം മായ ദേവി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അവർ എന്താ സാധാരണ വർക്ക് ചെയ്യുന്ന ലേഡിയാണ്. ഒരു ദിവസം ഒരു അധ്യായം ദേവി മഹാത്മ്യം ചൊല്ലുമായിരുന്നു. ഇപ്പോൾ 2 മാസമായിട്ട് അമ്മയുടെ നാരായണ സ്തുതി മാത്രമാണ് ചൊല്ലുന്നത്. അതുകൊണ്ട് അതിനെന്താ കുഴപ്പമില്ല, നമുക്കിപ്പോ സമയമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നാരായണീ സ്തുതി മാത്രം മതി. ഈ പറഞ്ഞ പോലെ നവാക്ഷരി മന്ത്രം പറ്റുമെങ്കിൽ ഒരു എന്താ പറയാ 21 പ്രാവശ്യം ചൊല്ലാം. നാരായണീ സ്തുതി മാത്രമായിട്ടും ജപിക്കാം. പറ്റുമെങ്കിൽ 4 സ്തുതികൾ വായിക്കാം. അർഗളം കവചം കീലകത്തിന്റെ ആവശ്യം ഇല്ലാതെ ചെയ്യാം. കാരണം ഇല്ലെങ്കിൽ ദേവിയുടെ ആ ഒരു ശൂലേന പാഹിനോ, അതാണ് ദേവിയുടെ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നത്. ദേവി മഹാത്മ്യത്തിലെ മൃത്യുഞ്ജയ മഹാമൃത്യുഞ്ജയ മന്ത്രമാണ് ശൂലേന പാഹിനോ ദേവി ബാഹി ഖഡ്ഗേന ചാമ്പികെ ഖണ്ഡാസ്വനേന പാഹി ചാപജ്യാനി സ്വനേന ച. ഈ 2 വരികൾ നമുക്ക് സ്ഥിരമായിട്ട് ജപിക്കാം. കാരണം 4 സൈഡിൽ നിന്നും അമ്മ എന്നെ രക്ഷിക്കണേ. ഒരുപാട് താന്ത്രികമായിട്ടുള്ള അർത്ഥമുണ്ട് അതിന്. ദേവി മഹാത്മ്യം പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, അത് കേൾക്കൂ. പറ്റുന്ന പോലെ ചെയ്യാം. നമുക്ക് അതിൽ വിഷമിക്കേണ്ട. നമുക്ക് നമ്മുടെ എല്ലാം കർമ്മങ്ങൾ ചെയ്യണമല്ലോ. പിന്നെ ദേവിപുരത്തുനിന്ന് ദീക്ഷ എങ്ങനെയാണ് എടുക്കേണ്ടത്, അതെല്ലാം നമുക്ക് അതിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അപ്പോ ഇപ്പം ഏകദേശമായിട്ട് പിന്നെ ഉള്ള കുറെ കാര്യങ്ങൾ ദീക്ഷയെ കുറിച്ചാണ്. ഇപ്പൊ ഉടനെ തന്നെ നമ്മൾ ഒരു എപ്പിസോഡ് ദീക്ഷയെ കുറിച്ച് ഇടുന്നുണ്ട്, അത് കേൾക്കുക. ഏകദേശം ഒരു 50 ചോദ്യങ്ങളോളം ഇപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം പ്രധാനപ്പെട്ട ഇതുവരെയുള്ള എപ്പിസോഡിലുള്ള ചോദ്യങ്ങളെല്ലാം ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കണം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് അയക്കുക. തീർച്ചയായിട്ടും അറിയുന്ന രീതിയിൽ പറഞ്ഞു തരാം. എങ്കിലും ഒരുവിധം എല്ലാ എന്താ പറയുക പരിപൂർണമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിലും ചെയ്യാം. തീർച്ചയായിട്ടും കാണുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എന്താ പറയുക ഞങ്ങൾക്ക് ഇത് നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമുണ്ട്. പൂർണ്ണമായിട്ടും എന്താ പറയുക ദേവിയുടെ പാദത്തിൽ വെച്ച് ആ ഒരു നിങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കുക, നിങ്ങൾക്ക് കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യുക എന്നുള്ള പൂർണ്ണ അനുഗ്രഹം അമ്മ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.